നിങ്ങളാണോ ഫോൺ ചെയ്തേ? ഞാനാ വിളിച്ചു പറഞ്ഞത്. അവനെടുക്ക്. വാ, നടക്ക് 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 സ്റ്റേഷനിലോട്ട്. ഇനി നീ ഇത് നോക്കി നിർത്തിയാൽ മതി. താക്കോല്. ശരി, അവനെ വണ്ടിയിലോട്ട് കയറ്റ്, ബാക്കിലോട്ട് കയറ്റ്. ആഹാ, ഈ ഇത്ര വേഗം കുളിച്ചു കഴിഞ്ഞോ? തേച്ച് കഴിഞ്ഞല്ലോ അമ്മ. ഇതാ അവിടെ ഉണ്ട്. അതാണ്. ആഷിക്ക് എവിടെ? ഓനിപ്പോ വരും. വാ. ഇന്നും ദോശ തന്നെയാണോ അമ്മ? എന്താ കുഞ്ഞാവേ? ഒന്ന് വേഗം വാ, ചന്ദന്റെ കുട്ടിക്ക് തീരെ സുഖയില്ല. അയ്യോ, കഴിച്ചില്ലല്ലോ മോനെ. ഇനിയോ വന്ന എന്നെ. ഒന്ന് ശ്വാസം വലിച്ചിട്ട്. കുഞ്ഞെവിടെയെങ്കിലും വീണായിരുന്നോ? എന്റെ മോൻ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല സാറേ. തൽക്കാലം ഞാൻ ഒരു ഇഞ്ചക്ഷൻ തരാം. ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു, പെട്ടെന്ന് തല കറങ്ങി വീണതാ. എവിടെയായിരുന്നോ? ഇങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടാ. ഐ ക്യാൻ ടോളറേറ്റ് യു. എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണ് നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരുന്നത്. നോക്കണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. കാണുന്നുണ്ട്. ഇയാൾക്കിട്ട് ഒരു പണി ഞാൻ കൊടുക്കും. അവന്റെ ജമീലത്താ, കിട്ടി.
ചീഞ്ഞ മീനാണല്ലോ. ഇപ്പൊ വിഷയില്ലാത്ത മീൻ കിട്ടണ മാർക്കറ്റ് മൊയ്തീന്റെ കടയിൽ തന്നെ ചെല്ലണം. വൈകിയാലേ പണി കിട്ടും. അല്ല ഷമീർത്ത, നിങ്ങൾ ഏത് നേരവും ഈ മൊബൈലാണല്ലോ. അപ്പൊ ഇത് നോക്കിയാ കിട്ടിയാലേ ആഷിക്കിന് ഒരു പെങ്കൊച്ചിനെ. ഓ, ഞങ്ങൾ ആ വഴിക്കൊക്കെ നോക്കുന്നുണ്ട്. ആഷിക്കിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ആദ്യം കുഞ്ഞാവ് വരി പെണ്ണ് കെട്ട്. കിട്ടും, കുഞ്ഞാവ കിട്ടും. നയൻതാരെ പോലെ നല്ലൊരു പെങ്കൊച്ചിനെ. നിങ്ങൾ കേട്ടില്ലേ? ടിക്കറ്റ് 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 ഇതാ നിങ്ങൾ എടുത്തോ. ആ ഇതെവിടേക്കാ? ആ അടുത്ത സ്റ്റോപ്പാണ് അയലക്കാട്. ഇറങ്ങാനുള്ളൊരു പോരിയ. അയലക്കാടുള്ളൊരു പോരിയ. അയലക്കാട് ഇറങ്ങാനുള്ളൊരു പോരിയ. അയലക്കാട് എത്തിയ പെട്ടെന്നാവട്ടെ. എന്താ അത്ര താമസം? ഇതാ നിങ്ങൾ ഇവിടെ അല്ലേ ഇറങ്ങാനുള്ളത്? ഇവൻ തന്നെ ഏതാടാ? എന്താടാ എന്റെ ഉദ്ദേശം? കൊറേ ദിവസമല്ല ഈ ഇവിടുത്തെ തിരിഞ്ഞു മറിഞ്ഞും കളിക്കുന്നു. എന്താ എന്റെ പരിപാടി? പെണ്ണുങ്ങളെ വഴിയിലടക്കാൻ സമ്മതിക്കൂലോ അല്ലേ? ഓക്കെ ശരി, എഗ്രീഡ്. തല്ല് മേടിച്ചു വരാനാണോ പറഞ്ഞു വിട്ടത്? വിവരങ്ങൾ അന്വേഷിച്ചു വരാനല്ലേ? ബ്ലാഡി ഫൂൾസ്. അന്വേഷിച്ചു സാർ, വിശദമായി അന്വേഷിച്ചു. ഓഹോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സൽമ 25 വയസ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അച്ഛൻ മൊയ്തീൻ 52 വയസ്സ്, KSRTC ഡ്രൈവർ. അമ്മ സൈനബ 56 വയസ്സ്, വീട്ടുജോലി. 40 സെന്റ് വസ്തു, 1730 സ്ക്വയർ ഫീറ്റ് വീട്. വീട്ടിൽ 2 പശു, 20 കോഴി, അടുക്കളയുടെ പിൻഭാഗത്ത് കിണർ. അതെ, വിളിച്ചിരുന്നു. ക്യാഷ് കിട്ടിയില്ലല്ലോ. എങ്ങനെ ഒരു വേലയും കൂടി ഇല്ലാത്ത നിങ്ങളുടെ പയ്യനെ നല്ല സ്ത്രീധനം വാങ്ങി കെട്ടിച്ചു. കമ്മീഷൻ തരാൻ മടിയാവുന്നു അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ മകനെ ഡിവോഴ്സ് ആക്കി ആ പെൺകുട്ടിയുടെ കല്യാണം വീണ്ടും നടത്തി അതിൽ നിന്ന് ഞാൻ കമ്മീഷൻ അടിച്ചെടുക്കും. വേണ്ട, ഇങ്ങോട്ടൊന്നും പറയണ്ട. നാളെ കൃത്യം 10 മണിക്ക് ക്യാഷ് കിട്ടിയിരിക്കണം. ഓക്കെ? നമ്മളോട് അവന്റെ കളി. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? സൽമ 25 വയസ്സ്, 3 കോഴി, 2 പശു. സൽമ 25 വയസ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അച്ഛൻ മൊയ്തീൻ 52 വയസ്സ്, KSRTC ഡ്രൈവർ. അമ്മ സൈനബ 46 വയസ്സ്, വീട്ടുജോലി. 40 സെന്റ് വസ്തു, 1730 സ്ക്വയർ ഫീറ്റ് വീട്. 2 കോഴി, 2 പശു, പിൻഭാഗത്ത്. റഹ്മാൻ സാർ. Yes, I'm just coming, okay? Bloody viral. ഇതെന്താ? വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ ആരാ? ഹൈ മുട്ടത്തല. മാനേജിംഗ് ഡയറക്ടർ, സിക്സ് ലൈഫ് പാർട്ട്ണർ കൺസൾട്ടൻസി. റഹ്മാൻ അകത്തുണ്ട്. Who are you? Come. ഇതാരുടെ ഈ കട്ടബൊമ്മൻ? ഡേ തടിയൻ, നമ്പർ, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ തരും. കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കും. ഇതാരാ? ഇത് ബ്രോക്കറാ, ഞാൻ പറഞ്ഞിട്ട് വന്നതാ. കല്യാണ ബ്രോക്കറാ? Oh no, I am not a broker. I am the managing director of Six Sack Life Partner Consultancy. MDയും മാനേജരും സ്റ്റാഫും ഒക്കെ ഞാൻ തന്നെയാ. അപ്പോ ഇവരൊക്കെ ഒരു ധൈര്യത്തിന്. റിസ്ക് ഉള്ള ബിസിനസ് അല്ലേ? എവിടെ നമ്മുടെ ഡോക്ടർ? ക്ലിനിക്കിലാ, കുറച്ച് തിരക്കുണ്ട്. ഓ ശരി, എന്നാ പിന്നെ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം.
എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിമാൻഡ്സ്? ജസ്റ്റ് നോട്ട് ദ ഡിമാൻഡ്സ്. ഡിമാൻഡ്സ് പറയൂ. നല്ല സ്വഭാവമായിരിക്കണം, സ്വഭാവമായിരിക്കണം. അത്യാവശ്യം പഠിപ്പും വേണം, പിന്നെ നല്ല കുടുംബത്തിലായിരിക്കണം. ഓക്കെ. നല്ല ചുറുക്ക് വേണം. പിന്നെ നല്ല മൊഞ്ചത്തി ആയിരിക്കണം. മൊഞ്ചത്തി മീൻസ്? അല്ല, നല്ല സുന്ദരി ഓ, ആയിരിക്കണം. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. നോട്ട്. പിന്നെ ബുദ്ധി വേണ്ടേ? പിന്നെ ബുദ്ധി വേണ്ടേ? ഇന്റലിജന്റ് ഓൾസോ. നെക്സ്റ്റ് നോട്ട്. അവൻ ആലോചനയായിട്ട് വന്നതാ. ബാ, ഇവിടെ ഇരിക്കേ. Yeah, these are the photos. Just. ഇത് കൊള്ളാട്ടോ. അതൊക്കെ നിങ്ങൾ അങ്ങ് നോക്കിയാ മതി. വേണ്ട, കൊള്ളൂല. By the by, ഇത് മൊത്തത്തിൽ എത്ര ഏക്കർ വരും? അതെന്തിനാ? ഓ, വെറുതെ ചുമ്മാ. ഈ ഫോട്ടോസ് ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ? ഓഫ് കോഴ്സ്. വാട്സാപ്പ് നമ്പർ തരൂ, ഞാൻ അയച്ചു തരാം. ഷമീറ, ആ നമ്പർ അങ്ങ് കൊടുത്തേ. നോട്ട് ഡൗൺ നമ്പർ. 98 47 36 8470. എല്ലാം നോട്ട് ചെയ്തില്ലേ? ഇനിയെല്ലാം സിക്സ് സാക്ക് ലൈഫ് പാർട്ട്ണർ കൺസൾട്ടൻസി നോക്കിക്കോളൂ. ആയിക്കോട്ടെ. താങ്ക് യു സാർ. ശരി. താങ്ക് യു ഉമ്മാസ്. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് മൂവ്. നീ എന്താ താമസിച്ചത്? സാധനം ഇവിടെ കുറച്ച് വൈകിപ്പോയി. അതാ സാധനം ഇവിടെ. സാധനം എവിടെ? ആ റസാഖിന്റെ കയ്യിൽ ഈ പൈസ കൊടുത്ത് വിട്ടാണല്ലോ. അല്ല, വിപണിയിലൊക്കെ ഭയങ്കര തിരക്കാണ്. വരാൻ സമയമാണല്ലോ. റസാഖ് വന്നല്ല. എനിക്കുള്ള സ്നാക്സ് ഒക്കെ ഇല്ലേ? എന്നാ പിന്നെ റസാഖ് എടുക്കുമോനെ. എന്തുവാണ്? വെള്ളം ഞാൻ തന്നെ എടുക്കണം. ബോട്ടിംഗ് ബീഫൊന്നും വാങ്ങിച്ചില്ലേ? യൂണിഫോം ഇട്ടുകൊണ്ട് ഞാൻ കള്ളുടിക്കാറില്ല. ഇവിടെ ചിലവന്മാർക്ക് കാക്കിയോട് ഭയങ്കര പുച്ഛമാണ്. അതുകൊണ്ട് ഞാൻ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് കള്ളു കുടിക്കണുള്ളൂ. ഇതേ എന്റെ ചോറാണ്. ദൈവമേ, ചോറ് ചാണത്തിൽ ഗ്ലാസ്സിൽ മൂന്നെണ്ണം കുടിച്ചേ. ഞാൻ സ്റ്റേ ആവട്ടെ. എടാ, ഒരു ദിവസങ്ങളിൽ നിനക്ക് ഞങ്ങൾക്ക് ഒരു കമ്പനി ഒന്നൂടെ ഒരടിച്ചു നോക്ക്. നടക്കില്ല മോനെ. അതിന്റെ മണം എങ്ങാനും അടിച്ച് എന്റെ ഉമ്മമാരെ ചങ്ക് കലങ്ങും. അതെനിക്ക് സഹിക്കില്ല. നമ്മളില്ലേ. ഒന്ന് പോടാ ഇവിടെ. എന്തായാലും നിന്റെ ഉമ്മമാര് ഭയങ്കര സങ്കടത്തിലാണ്. എന്തിന് ഇവൻ വെള്ളടിക്കാത്ത? എടാ, ഇവന്റെ കല്യാണം നടക്കാത്തന്റെ പേരില്. കല്യാണോ? ഒന്ന് പോടാ, അതിനൊന്നും സമയമായിട്ടില്ല. സമയായില്ലേ? ഇനി എപ്പ? അല്ല, കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നിനക്കെന്താ കുറവുള്ളത്? വീടില്ലേ, കാറില്ലേ, ജോലിയില്ലേ, എന്നെപ്പോലെ സുന്ദരന്മാരായ കൂട്ടുകാരന്മാരില്ലേ? എങ്ങനെയെങ്കിലും നിന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് നിന്റെ ഉമ്മമാരെ ഇറങ്ങിയേക്കണം. അറിയോ? ആഹാ, അപ്പൊ അത് ശരി. എല്ലാരും അറിഞ്ഞുകൊണ്ടുള്ള പ്ലാൻ ആയിരുന്നല്ലേ? അതേടാ, എല്ലാരും കൂടി ഒരുമിച്ചുള്ള പ്ലാൻ ആയിരുന്നു. എന്തായാലും അവര് പറഞ്ഞ പെണ്ണിനെ നമുക്കൊന്ന് പോയി കാണണം. എന്തിന്? ഒന്ന് പോയി കാണാണ്ടവേ. നല്ല പെണ്ണായിരിക്കുമെന്നേ. എനിക്ക് കാണാനല്ലേ? പിന്നെ അല്ലേ. കുറച്ച് വെള്ളം ഒഴിച്ചടിക്കണം. വെള്ളമൊന്നും വേണ്ട. എന്റെ കാര്യം കൊള്ളാം. എങ്ങനെ സാധിക്കണടാ? കള്ളെടുക്കണ കറിയെടുക്കണ കറുത്ത പെണ്ണല്ലേ. എന്താ നിർത്തിയത്? അങ്ങോട്ട് പാട ശ്രീനെ. ശ്രീനിയെ, നീ പാട്. കള്ളെടുക്കണ കറിയെടുക്കണ കറുത്ത പെണ്ണല്ലേ. വെളുവെളുക്കണ ചിരി ചിരിക്കണ വെളുത്ത പല്ലല്ലേ. കള്ളെടുക്കണ കറിയെടുക്കണ കറുത്ത പെണ്ണല്ലേ. വെളുവെളുങ്ങനെ ചിരി ചിരിക്കണ മുല്ലപ്പുമ്പല്ലല്ലേ. കള്ളെടുക്കണ കറിയെടുക്കണ കറുത്ത പെണ്ണല്ലേ. വെളുവെളുങ്ങനെ ചിരി ചിരിക്കണ മുല്ലപ്പുമ്പല്ലല്ലേ. കണ്ണമിനി കണ്ണല്ലേ. പൂവിലഞ്ഞി പൂക്കണ്. പുതുലഞ്ഞ് നിൽക്കുമ്പോ മുന്നിൽ പുലരി പോലും തോക്കണ്. ഉള്ളുലച്ച് കണ്ണിലേ ചുണ്ടയിൽ കുരുക്കല്ലേ. കാതക്കണ്ണ് നീട്ടി എന്റെ കരള് കീറിപ്പോവല്ലേ. പലകുറി കണ്ടപ്പോ മരം നിറയും ചാടര. പതിവ്
പ്രണയം മനസ്സിലിന്നൊരു മയിൽ പിടയായി നീയും കൂട്ടുകുടള കൊമ്പിൽ പൂവളപ്പൂന്തളിരിൽ കരളിനെത്തിരി കുളിരായി നീ വരുമോ നിറപ്പൂക്കാലത്തേൻ വനിയിൽ മഞ്ഞു പെയ്യുമ്പോൾ കനവിലെങ്ങും മനസ്സിലെന്നും തണുതണുപ്പാണേ തെളിവാനവും ഭൂമിയും തൊഴുതു നിൽപ്പാണേ പടനുര നിറഞ്ഞു പൊങ്ങും തണുത്ത കള്ളാണി എന്നെന്നും എന്റെ ഉള്ളിലെ പിടപ്പിടപ്പാണേ നീ ദിനന്തക ദിനന്തക താനതന്താരേ ദിനന്തക തക ദിനന്തക താനതന്താരേ കാട്ടിലെ പഴം പാട്ടിൽ ലയിച്ചു നിൽക്കണ മൈനെ നെഞ്ചിൽ നിന്നൊരു മധുരാഗം തരുമോ ആറ്റിറമ്പിനരികിൽ കൈതയോല നിറവിൽ കാതിലോല പൂവിറുത്തു തരുമോ പെരുന്നാഗത്താൻ കാവിലന്തി പുള്ളു പാടുമ്പോ കാതിലെത്തും സ്വരജരിക്കും 100 നാവാണ് രതിരാജവും താളവും നിറഞ്ഞു നിൽപ്പാണ് പരനുര നിറ തല പെരുക്കണ ലഹരി ചിന്താണ് എന്നെന്നും എന്റെ ഉള്ളിലെ തേൻ കുടമാണേ ദിനന്തക ദിനന്തക താനതന്താരേ ദിനന്തക തക ദിനന്തക താനതന്താരേ കള്ളെടുക്കടി കറിയെടുക്കടി കറുത്ത പെണ്ണാളേ വെളുവെളുങ്ങനെ ചിരിച്ചിരിക്കടി മുല്ലപ്പൂമ്പല്ലാലേ കള്ളെടുക്കടി കറിയെടുക്കടി കറുത്ത പെണ്ണാളേ വെളുവെളുങ്ങനെ ചിരിച്ചിരിക്കടി മുല്ലപ്പൂമ്പല്ലാലേ ആ ലഡു എടുത്ത് കഴിക്കി. അച്ചപ്പ ഇവിടെ ഉണ്ടാക്കിയതാ? ആ അവിടെ ഉണ്ടാക്കിയതാ. ക്ഷമിക്കണം, ഉപ്പ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാനിതിന് സമ്മതിച്ചത്. ഈ കല്യാണം നടക്കാൻ പാടില്ല. മനസ്സിൽ മറ്റൊരാളെ വെച്ചിട്ട് വേറെ ആളുമായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ ഒന്നും മനസ്സിലാക്കണം പ്ലീസ്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. താങ്ക് യു. ഞാൻ കരുതി നിങ്ങൾ ആ വഴി അങ്ങ് പോയെന്ന്. കാര്യങ്ങൾ പറയാം. കാരണവന്മാരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. നാശിക്ക് പോവാ. അതെ ഛേ, ചാരുത, ജയ്സാ, ഞാൻ വണ്ടി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്നാ, പിന്നെ പെണ്ണ് സൂപ്പർ. ജിലേബി അടിപൊളി. ഇവിടെ നോക്കിയാൽ പെണ്ണ് അടിപൊളി. ഇവന്റെ ഒരു പെണ്ണ് കാണാൻ കാര്യം. നടക്കണ പെണ്ണ് കാണാൻ. ഇങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ ഉണ്ടാവില്ല കേട്ടോ. മിണ്ടതൊക്കെ ആഷിക്കേ, വണ്ടി പറീസറിന്റെ ചായക്കട്ടിലേക്ക് വിട്. ആ. നല്ല കുട്ടി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേടാ? എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? കണ്ടറിഞ്ഞൂടെ? നല്ല ലക്ഷണത്തെ കുട്ടിയാ. ആഹാ, ലക്ഷണം നോക്കണത് എന്താണ്? കന്നുകാലി കച്ചവടോ? അവന്റെ ഒരു വളിച്ച കോമഡി കേട്ടില്ലോ. ഒന്നും മിണ്ടായിരിക്കണേക്കാ വെറുതെ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ, എന്താടാ ആഷിക്കൊന്നും മിണ്ടാത്ത? എന്താ പറയാ? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്താ എന്താടാ ഇവിടെ നിർത്തി? എന്താ ഇത്? എന്താ ഇവരിതെന്ത് പറ്റി? ആർക്കറിയാ? എന്താടാ ആഷിക്ക്? എന്തു പറ്റി? എന്താ ഇവരെന്താ അവളെ പിടിച്ചില്ലേ? എന്താടാ, എന്താ പ്രശ്നം? എടോ, അത് നടക്കില്ല. അവൾക്ക് വേറെ ഒരാളെ ആയിട്ട് പ്രേമമാണെന്നോ അയാളെ കല്യാണം കഴിക്കുള്ളൂ പറയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം? എനിക്ക് അവളെ കണ്ടപ്പോഴേ അറിയായിരുന്നു പോക്കായിരുന്നു. അത് ശരിയാ കേട്ടോ. അല്ലപ്പോ നീ നേരത്തെ പറഞ്ഞതാ? അത് പിന്നെ ഇതാ ബ്രോക്കറാ. ആരാ? സിക്സാഗോ? ആ ഫോൺ നോക്കട്ടെ, ഇപ്പൊ കാണിച്ചോ. ഹലോ, താൻ എവിടത്തെ ബ്രോക്കറാടോ? തൻ്റെ ഒരു കാറും ലാപ്ടോപ്പും ഒടുക്കത്തൊരു ജാടയും തൻ്റെ കഷ്ടത്തിലെ മസിലും തൻ്റെ കോട്ടും കണ്ടറിയടോ താൻ ഒടുക്കത്ത് ഉടായിപ്പാണെന്ന്.
എടോ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണോ വലിയ ആളാണെന്ന് പറഞ്ഞു നടക്കണത്? ഞാൻ അങ്ങോട്ട് വരണ്ടോ? ഇതിപ്പോ കാണിച്ചുതരാം. അവിടേക്ക് ഞാൻ വരാം. അവിടേക്ക് പിടിച്ചേ. നിങ്ങളെന്ന് ചോദിച്ചിട്ട് വാ, എനിക്ക് ലേശം പണിയുണ്ട്. എടോ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാതാണല്ലോ പെണ്ണ് കാണാൻ വിടുന്നത്. നാറാൻ ഇനി ബാക്കി. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? നിങ്ങളൊക്കെ അല്ലേ ഫ്രണ്ട്സ്? നിങ്ങളൊക്കെ വേണ്ടേ പറഞ്ഞു മനസ്സിലാക്കാൻ? അല്ലാതെ എന്റെ മേക്കറ്റ് കയറാൻ വരാണോ? അല്ലേലും ഇങ്ങനെ നാണം കെടുത്താൻ പാടില്ല. നമുക്കിതൊക്കെ ചൂഴ്ന്നു നോക്കാൻ പറ്റുമോ? വീട്ടുകാർ വരുന്നു, ഡീറ്റെയിൽസ് തരുന്നു, നമ്മൾ അതിന്റെ മാക്സിമം ജെനുവിനിറ്റി നോക്കി സെറ്റ് ചെയ്യാൻ നോക്കും. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ഇതിലും നല്ലതൊന്ന് സെറ്റാക്കാന്നേ. ഇയാള് കുറെ ശരിയാക്കും. ഇനി ഈ പരിപാടി പഞ്ചായത്തിലെങ്ങനെ കണ്ടാ വോട്ടിട്ട മുട്ട പോയോ? ഒന്നങ്ങ് തന്നോണ്ടല്ലോ. ജില്ല കണ്ടുപോരുത്. ഇതൊക്കെ എന്ത്? കല്യാണത്തിന്റെ അന്ന് ഒളിച്ചോടി പോയ ക്ലയൻസ് വരെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ പെണ്ണ് കാണാനല്ലേ തീരുമാനമായല്ലോ. ഏതായാലും വേറെ നോക്കാം. ഡോക്ടറല്ലേ, കളയണ്ട. വല്ലാത്തൊരു ദിവസമായി. എല്ലാം കൂടി ചവിട്ടി കൂട്ടി നശിപ്പിച്ചു വെച്ചിരിക്കണം. ഓ എല്ലാ മരണങ്ങളും. മനുഷ്യനാണെങ്കിൽ ഇടുപ്പ് വേദനിച്ചിട്ടും വയ്യ. അല്ലേ വേണ്ട, ഇതൊക്കെ വായിക്കുന്നത് തന്നെ ടെൻഷനാ. ഞാൻ ഓ ചേച്ചി, ഇതായിരുന്നല്ലടാ നിന്റെ മനസ്സിൽ. ഏത്? അയ്യോ അയ്യോ എന്റെ പല്ലു പോയി. എടുത്ത് കളാ. പ്ലാസ്റ്ററിംഗ് വർക്ക് ഇന്ന് കൊണ്ട് തീരുമല്ലേ? പിന്നെ ഇത് നിന്റെ പറഞ്ഞാരാ? ഇന്ന് ഞാൻ ഫ്രീ അല്ല, കുറച്ച് തിരക്കില്ല. ശരി, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ആ ശരി. എടാ നീ അറിഞ്ഞ ആഷിക്കിന്റെ ഈ പ്രൊപ്പോസൽ മുടങ്ങി? ആ മുടങ്ങുമല്ലോ, മുടങ്ങണമല്ലോ, അല്ലെങ്കിൽ ഞാൻ മുടക്കുമല്ലോ. എന്നാ വാടാ. അല്ല എന്താ ഇവിടെ ഒരു മൗനം? അല്ല ഞാനേ ആ ശശിയുടെ മോന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്നാലും ആ ചെക്കൻ്റെ ഒരു ധൈര്യേ. ഞമ്മടെ ആശിക്കനാണെങ്കിൽ അതിനുള്ള കഴിവുമില്ല. അതൊന്നല്ല ജമീലത്ത, നിങ്ങക്ക് 3 കൂടി ഒരെണ്ണല്ലുള്ളൂ. മൂപ്പരാണെങ്കിൽ 3 കെട്ടിയതും. അല്ല ഇതൊന്നും ഞാൻ പറയുന്നതല്ല, നാട്ടുകാര് പറയുന്നതാ. നീ പറയ് ദേവകി, ഓർക്കൊരു ചൂടുണ്ടാവട്ടെ. അതിപ്പോ ആഷിക്ക് 3-4 പെണ്ണ് കെട്ടുമെന്നാണ് സംസാരം. നല്ല കാര്യം മറക്കാനും ആൾക്കാരുണ്ടാവുമല്ലോ. നിനക്കറിയോ ദേവു അവന്റെ ഉപ്പൂപ്പാന്റെ കഥ? ഓളിനി എന്റെ കൂടെ വരില്ല. ഓക്കെ എന്റെ കൂടെ ജീവിച്ച് മതിയായിക്കണം. ഇത് തന്റെ മിണ്ടാതിരുന്നോണം. എടി റസിയ, വരുന്നുണ്ടോ നീ? ഉപ്പ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. എന്ത് കാട്ടുന്നേ? അയ്യോ ഇവിടെ കൊണ്ട കുഞ്ഞിനെ. ഉപ്പ ഉപ്പ നോക്ക്, എന്റെ കുഞ്ഞിനെ കൊണ്ടോണേ ഉപ്പ. എന്തായി നേരത്തെ? എന്റെ കുട്ടീനെ നോക്കാൻ നിങ്ങളെ മോളെ എനിക്ക് കെട്ടിച്ചേരണം. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന് വിചാരിച്ച വീടിന്റെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങിയത്. എല്ലാം ആയി, എല്ലാം പഠിച്ചോണ്ട് ഒരു കുതിരത്ത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം.
ആഷിക്കിനോട് പണിയെല്ലാം കഴിച്ചിട്ട് നേരത്തെ തന്നെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കാൻ പറയാം. മണി പോലത്തെ പെൺകുട്ടികളെ കിട്ടുന്നേ. ഇത്ത ആഷിക്കോ? അച്ഛാ, രഞ്ജിത്തില്ലേ? അവനകത്തുണ്ട്. ഇപ്പൊ എണീക്കുന്നേ ഉള്ളൂ. ആഷിക്ക് നിങ്ങൾ സംസാരിച്ചോണ്ടിരി. എടാ, ഞാനൊരു ബുക്ക് തരാം. എടാ, നമ്മുടെ നിഹാൽ ഡോക്ടർ ഇല്ലേ മെഡിക്കൽ കോളേജിലെ, നീ അതൊന്ന് കൊടുക്കണം. ഞാൻ കുറച്ച് തിരക്കില്ല. ആഷിക ആ മോളെ, എപ്പോ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇക്കെന്റെ കല്യാണക്കാർക്ക് എന്തായി? തകർത്ത ആലോചന നടന്നുകൊണ്ടിരിക്കുക. അല്ലടാ, എന്നാടാ പറഞ്ഞ പോലെ. ഓക്കെ. ഓഹോ, കറുത്തിട്ടാണോ? കറുപ്പിന് ഏഴഴകല്ലേ. നമ്മൾ മനസ്സിന്റെ സൗന്ദര്യം നോക്കിയാൽ മതിയെന്നേ. ശരിയാക്കാം. നിങ്ങൾ എന്തായാലും ഓഫീസിലേക്ക് വാ. വരൂ. ഞാൻ വിളിക്കാം. ഒരു മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ്. ഹലോ. ഇപ്പം ഞാനൊരു പ്രൊഫൈൽ അയച്ചില്ലേ, അതൊന്ന് സെറ്റാക്കണം. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ദാറ്റ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ, ശരി. ഓക്കെ, യെസ്, പറയൂ. എന്റെ മോൻ എത്ര പെണ്ണ് കണ്ടു എന്ന് അവനെന്നെ ഓർമ്മയില്ല. ഒരു 10-40 എണ്ണെങ്കിലും കണ്ടു കാണും. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അതെനിക്ക് മനസ്സിലായി. കാര്യം നടന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ അല്ലേ? ഇതാ എന്റെ മോന്റെ ജാതകം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. മോന്റെ ജോലി IT പ്രൊഫഷണലാണ്. അപ്പോ ജാതകത്തിന്റെ പ്രശ്നമാണ്. കഴിഞ്ഞത് കഴിഞ്ഞതാ പിടിച്ചോളൂ. ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ ജാതകം. ഇത് ആരെങ്കിലും അറിഞ്ഞാ കുഴപ്പാവൂലേ? കല്യാണം നടക്കണോ എങ്കിൽ ഇതൊക്കെ വേണം. അതെ, ഇത് എഴുതുന്നത് സാധാരണക്കാരനല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ജ്യോതിഷ പണ്ഡിതൻ. ഓ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മകൻ ജനിച്ച സമയം അത് തന്നെയാണെന്ന് എന്താ എത്ര ഉറപ്പ്? ഒരു നേഴ്സ് പുറത്തു വന്നു പറഞ്ഞ സമയം. ഇതിനൊന്നും വലിയ കാര്യമില്ല. കല്യാണമൊക്കെ ഞാൻ നന്നായി നടത്താം. നിങ്ങൾ സമാധാനമായിട്ട് ഇപ്പൊ പോയിക്കോളൂ. ശരി, മംഗളവാസം. വെറുതെ ഓരോ അന്ധവിശ്വാസങ്ങൾ. നമ്മൾ എത്ര കല്യാണം നടത്തിയത് അവരൊക്കെ സുഖമായി ജീവിക്കുന്നില്ലേ? അല്ല പിന്നെ. യെസ്, കമിൻ. ഇരിക്കും. എന്താ പിന്നെ അങ്ങോട്ടൊന്നും കാണുന്നില്ല? ആലോചന ഒന്നും ശരിയാവുന്നില്ല. ശരിയാവില്ല. ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. സാറിന്റെ കാര്യത്തിൽ ഇടപെട്ട കാരണം ഞാൻ എന്തോരം ചീത്ത കേട്ടെന്നറിയോ? എനിക്ക് മനസ്സിലായില്ല. സാറിന് 3 ഭാര്യമാരാണല്ലോ. അപ്പൊ സാറിന്റെ മകനും ആ സ്വഭാവം കാണുന്ന ആളുകൾ വിചാരിക്കുമല്ലോ. പറയാൻ പോലും മടിക്കുന്ന കാര്യങ്ങൾ ആളുകൾ പറയുന്നത്. പിന്നെ എങ്ങനെ കല്യാണം മുടങ്ങാതിരിക്കുക? ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആളുകൾ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് പോകുന്ന റിപ്പോർട്ടായത്. സാറേ, എനിക്ക് മനസ്സിലായിടത്തോളം ഇതിന് പിന്നിൽ ആരോ ഉണ്ട്. കേട്ടറിവ് വെച്ച് പറയാ. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കുമാർ എന്നൊരു പേര് കേൾക്കുന്നു. എന്താണ് ഫുൾ നെയിം? സാറേ, വിജയകുമാർ. യെസ്, വിജയകുമാർ. ഒത്തിരി ഒന്നും ആലോചിക്കേണ്ട റഹ്മാൻ സാറേ, നിങ്ങളുടെ ആ പഴയ ചെങ്ങായുടെ മോൻ തന്നെയാ. എന്നാ ശരി. ഓക്കെ, ശരി, ഞാൻ നോക്കാം. ഇതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. 6 ആക് ലൈഫ് പാർട്ട്ണർ കൺസൾട്ടൻസി ഒരു കേസ് എടുത്താൽ അത് പൂർത്തീകരിക്കാതെ പിന്തിരുന്ന പ്രശ്നമേ ഇല്ല. ഡോക്ടർ ആഷിഖിന്റെ കല്യാണം നമുക്ക് അതിഗംഭീരമായി നടത്തണം. ട്രസ്റ്റ് us. We will be with you in all ways. Thank you. See you again. കസ്റ്റമേഴ്സിനൊന്ന് റെസ്പെക്ട് ചെയ്തൂടെ? ആള് പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ലേ? ഇപ്പോ പട്ടാ
അച്ഛപ്പ വന്ന് അമ്മ അച്ഛൻ വന്നു. ശിവേട്ട, ശിവേട്ട, അവരൊരുപാട് തല്ലിയല്ലേ? അത് സാരല്ല, ഞാൻ കുറച്ച് പൈസ എടുത്തു, അത് തെറ്റ്. ഇനി ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. എന്റെ മോനെ നാട്ടുകാര് കള്ളന്റെ മോനെ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. ശരി, പോകാം. പക്ഷെ എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. വേണ്ട, നമുക്ക് നാളെ തന്നെ പോവാം. നമ്മുടെ മക്കളെയും കൊണ്ട് നാളെ തന്നെ, നാളെ തന്നെ, നാളെ തന്നെ. ഇനി ഇവിടെ നിൽക്കണ്ട. അച്ഛാ, അമ്മേ, അമ്മേ, അച്ഛൻ എണീക്കുന്നില്ല. അച്ഛാ, അച്ഛാ, ശിവേട്ട, 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 ശിവേട്ട. ഞാനിവിടെ സെറ്റാവാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതെന്റെ അച്ഛൻ മരിച്ച മണ്ണ അല്ല, നിങ്ങൾ അച്ഛനെ കൊന്ന മണ്ണ. ആ മണ്ണിൽ നിന്ന് നിങ്ങൾ പോണം. അന്നെന്റെ അച്ഛന്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റത്തോളം വരില്ലെങ്കിലും റഹ്മാൻ സാഹിബേ, നിങ്ങൾ അനുഭവിക്കും, ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കും. കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്തിനാ വീണ്ടും? നിന്റെ അച്ഛൻ അന്ന് തെറ്റ് ചെയ്തു. കൂടപ്പറപ്പിനെ പോലെയായിരുന്നു അവൻ. എന്നിട്ടാണ് അവൻ എന്നോട് ആ ദേഷ്യത്തില അവനെ കണ്ട് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. മാപ്പ് നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. ഒരൊന്നൊന്നര മാപ്പ്. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും, എവിടെ വരെ ആണെങ്കിലും. കാത്തിരുന്നോ ആ ദിവസത്തിന് വേണ്ടി. വെല്ലുവിളിക്ക് ഞാനില്ല. പിന്നെ ഈ മണ്ണിൽ നിന്നെ പറിച്ചു നടാൻ അതിന് നീ നന്നായി ബുദ്ധിമുട്ടും. അത് നിന്റെ അച്ഛന് നന്നായിട്ടറിയാം. ആണും പെണ്ണും കെട്ട കളി അത് നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ കല്യാണം മുടക്കണ ഏക വ്യക്തി ആ വിജയകുമാറാണ്. അവൻ്റെ ഒരു പ്രതികാരം. എടാ വിജയകുമാറേ, നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ടോ പ്രതികാരം. നിനക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ നീ ഇവിടെ ഇരുന്നോണ്ട് എന്തോ ചെയ്യാനാ? നീ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നേ കോച്ച. കോച്ചായാലും റമ്മായാലും വിസ്കി ആയാലും എനിക്ക് പ്രതികാരം കിട്ടിയ മതിയല്ലേ? എടാ ആഷിക്കേ, നിന്റെ കല്യാണം മുടങ്ങിയതില് നിനക്കൊരു വിഷമമില്ലേ? എനിക്കതിലൊന്നും താല്പര്യമൊന്നുമില്ല. വെറുതെ സമയം കൊല്ലി പരിപാടി. നീ അവനെ കണ്ടോ? അവനെ കണ്ടു പഠിക്ക്. ഫേസ്ബുക്ക് വഴി ഒന്നിനെ സെറ്റാക്കി. ഏതോ വലിയ വീട്ടിലെ പെണ്ണെന്നാ കേട്ടെ. ആ അവന്റെ യോഗം. എടാ നിനക്കും ആ വഴിക്കും ചിന്തിച്ചൂടെ? വെറുതെ ഫേസ്ബുക്കും മൊബൈലും നോക്കിയിട്ട്. അതെ അതെ, നിന്റെ ഇഷ്ടം. ആരടാ നിന്റെ പുതിയ സെറ്റപ്പാണോ? യെസ്, ഒരു റഷ്യക്കാരി. അവളെനിക്ക് വിസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെന്ന് കേറിക്കോട്. അവളെ നിന്റെ കിഡ്നി എടുത്ത് വെക്കും. നീ നോക്കിക്കോ, നമ്മളെത്ര ഇവൻ എത്ര അക്കൗണ്ടാന്നറിയോ? എല്ലാരും പറ്റിച്ചേർന്ന അവസാനം പണി കിട്ടേ പറഞ്ഞില്ലാന്ന് വേണ്ട. അതൊക്കെ ഒരു രസമല്ലേടാ മോനെ. ഞാൻ പോവാടാ. നീ പോകണ? നീ വരുന്നോ? ഞാനും പോകണേ. ഈ ബാക്കി പ്രതികാരം ഞാൻ എടുക്കണേ. എടാ നമുക്ക് വിജയകുമാറിന് ഒരു പണി കൊടുക്കണം. അവനാൾ ഭയങ്കര വില്ലനാ. അവനായിട്ട് കളിക്കുമ്പോഴേ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. എന്നാലും നമുക്ക് അവനിട്ടൊരു പണി കൊടുക്കാം. ചാൻസ് കിട്ടും. എന്തുവിടെ പോയി ആരോട് ചോദിച്ചാലും വേണ്ടില്ല, എപ്പോൾ ചോദിച്ചാലും വേണ്ടില്ല. മുകളിൽ പോയി അന്വേഷിക്കാൻ പറയും. ഈ താഴെയുള്ളവരല്ലേ മുകളിൽ പോയി അന്വേഷിക്കുന്നത്? നീ അവിടെ അല്ലേ, ഞാൻ വന്നോളാം. ഡോക്ടറെ. ആ മെമ്പറെ. ഒന്നുമില്ല, വെറുതെ. ഓഹോ, ഒന്നുമില്ലാണ്ടൊന്നല്ല. കല്യാണക്കാരില്ല പ്രശ്നം. അതൊക്കെ സാധാരണയല്ലേ, എല്ലാ നാട്ടിലും കാണും ഓരോ കല്യാണം മുടക്കിയത്. റഹ്മാൻ സാഹിബ് എന്നെ വന്ന് കണ്ടിരുന്നു. ഞാനും ഒന്ന് രണ്ട് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. ശരിയാവും. കല്യാണം നടക്കാത്തതിലല്ല വിഷമം,
എൻ്റെ ഉമ്മമാർക്ക് അവരുടെ സങ്കടം കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റില്ല മെമ്പറെ. ഓരോ ദിവസം ചെല്ലും തോറും അവർക്കാണ് വിഷമം. പിന്നെ ഈ ആളുകളുടെ കളിയാക്കൽ. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതാണ്. കല്യാണക്കാരൊക്കെ നമുക്ക് ശരിയാക്കാം. ആദ്യം ആ വീട്ടിലേക്ക് ചെല്ലും. ഓക്കെ. ആ ചന്ദ്രേട്ടാ, ഞാൻ അങ്ങോട്ട് വരികയാണ്. ഒരു അത്യാവശ്യം. ശരി. ആ പറഞ്ഞോളൂ. അവരോട്ട് വിട്ടിട്ടുണ്ടല്ലോ, എത്തിയില്ലേ? ചായ കുടിക്കേ. അല്ല, എന്തെത്ര ആലോചിക്കാൻ? കുഞ്ഞാവ എത്തിയോ? എന്നാ ഉണ്ട്? എന്താ കുഞ്ഞാവ ഇത്ര താമസം? അറിഞ്ഞില്ലേ വിശേഷങ്ങള്? എന്തു വിശേഷം? എങ്കിൽ പിന്നെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടേ ഉള്ളൂ. പറഞ്ഞാട്ടെ. വിശേഷം തന്നെയാ. ആ ചെത്തുകാര ശശിയുടെ മകനെ ഒരുത്തിയും കൊണ്ട് വീട്ടിൽ വന്നിരിക്കുന്നു. ചെക്കൻ്റെ വീട്ടിലും കയറ്റുകയില്ല, പെണ്ണിൻ്റെ വീട്ടിലും കയറ്റുകയില്ല. പിന്നെ കൂട്ടുകാർ പിള്ളേരെല്ലാവരും കൂടെ കൂടി ഒരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തു. അവിടെയും ചെന്ന് ശശി വഴക്കുണ്ടാക്കി. പിള്ളേരെല്ലാവരും കൂടെ കൂടി അങ്ങ് പെരുമാറി. കൂട്ടത്തിൽ എനിക്കും കിട്ടി. നീ എന്തിനാടാ ഇടി മേടിക്കാൻ പോണത്? പോയതല്ലെന്നേ, പെട്ടതാ. എങ്ങനെ? ഇക്ക പറഞ്ഞിട്ടല്ലേ ഞാൻ മെമ്പറെ കാണാൻ പോയത്. ഞാൻ ചെന്നപ്പോൾ മെമ്പർ ആ വഴക്കിനിടയിലായിരുന്നു. ഞാൻ മെമ്പറെ ഒന്ന് നീട്ടി വിളിച്ചതേ ഉള്ളൂ. മെമ്പർക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടി. കുഞ്ഞാവേ, ക്ലിനിക്ക് വരെ ഒന്ന് പോണേ. പോയിട്ട് വന്നതാ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത്യാവശ്യ കാര്യത്തിനല്ലേ, നീ അങ്ങോട്ടൊന്ന് ചെല്ല്. ഓ ചെല്ലേ. പിന്നെ അവിടെ വിവരങ്ങളും വിശേഷങ്ങളും തിരക്കണ്ട, അവിടുന്ന് വടി കിട്ടും. അവന്റെ ഒരു കാര്യം നല്ല രസമല്ലേ? എന്തായാലും ആളൊരു ഉപകാരിയാ. പാവം. മോനെ, ആ കുഞ്ഞും തള്ളയും വന്നിട്ടുണ്ട്. ആര്? ഓ, കഴിഞ്ഞ ആഴ്ചയിലും വന്നിരുന്നല്ലോ. കെട്ടിയൻ കള്ളുകൂടിയനാണെന്നും ദിവസം വഴക്കാണെന്നും വക്കാണത്താണെന്നും ഒക്കെ പറഞ്ഞു സ്ത്രീ. ആ, അവരെന്താ പുറത്തു നിർത്തിയേ? വിളിക്കണോ? കേറി വന്നോളൂ കേട്ടോ. ആ മോളൂട്ടി വായിരിക്കേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടെങ്കിൽ രാത്രി ഉറക്കം കുറവാ. ശരിക്ക് റെസ്റ്റ് എടുക്കണം. അങ്ങേര് സർവ്വസമയവും കള്ളുകൂടിയ. ഒരു ശകലവും സ്വസ്ഥത തരില്ല. നേരെ ചൊവ്വ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ പേടിക്കാനൊന്നും ഈ റിപ്പോർട്ടിൽ ഇല്ല. അങ്ങനെയൊന്നും ഉറപ്പിച്ച് പറയണ്ട. ഇപ്പോഴത്തെ റിപ്പോർട്ട് കണ്ടാ ഇല്ലാത്ത അസുഖം ഉണ്ടെന്നും ഉള്ള അസുഖം ഇല്ലെന്നും തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളേ. അങ്ങനെയൊക്കെ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുക. അങ്ങനെയൊന്നുമല്ല അല്ലേ മോളെ? എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമെങ്കിൽ അതൊക്കെ ശരിയാവും. പഠിച്ചു വലിയ കുട്ടിയാണ്. ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞ് വരണം. ശരി, ബൈ. ഇനി ആരെങ്കിലും ഉണ്ടോ കുഞ്ഞാവേ? ഉണ്ടായിട്ട് എന്തിനാ ഇങ്ങനെ കാശ് മേടിക്കാൻ ചികിത്സിക്കാനോ? അതും വേണം കുഞ്ഞാവേ. പാവങ്ങളെ സഹായിക്കണ്ടേ? വേണം വേണം. പക്ഷെ ഇങ്ങനെയൊക്കെ സഹായിച്ച തറവാട് മുടിയും. അങ്ങനൊന്നും സംഭവിക്കില്ല. കുഞ്ഞാവ് വാ, ചെറിയൊരു പണിയുണ്ട്. എന്നാ പണി? പറമ്പ് മുഴുവൻ പണിയെടുത്താ ഞാൻ വന്ന. മാധവേട്ട, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വെറും ഇടനിലക്കാരൻ മാത്രമാണ്. താൻ വിചാരിച്ച കുറച്ചുകൂടി സാവകാശം തരാൻ കഴിയുമോ? ഇപ്പം തന്നെ അവധി ഒത്തിരിയായി. ഞാൻ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. ഒരാഴ്ച കൂടി വേണം ഞാൻ പിടിച്ചു നിർത്താൻ. KSFE-യുടെ ചിട്ടി പാസ്സായിട്ടുണ്ട്. അത് കയ്യിൽ കിട്ടിയ അന്ന് തന്നെ മുഴുവൻ ഇടപാടും തീർക്കാം. അതെന്നോട് രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നോ നാളെയോ കിട്ടുമെന്നാ പറഞ്ഞത്. ദാസേട്ടാ, ഞാൻ KSFE വരെ പോവാണ്. ഇന്ന് ചെക്ക് കിട്ടിയാൽ ദാസേട്ടൻ്റെ പൈസ തന്നിട്ടുള്ളൂ. ബാക്കി കാര്യം. ശരി മോനെ.
എന്താ കാന്താരി, നിന്റെ ഒച്ച അനക്കോ ഒന്നും ഇല്ലല്ലോ എന്നിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അത് കള അങ്കിൾ എന്നൊന്ന് തിരക്കിയ പോലും ഇല്ലല്ലോ. ചുമ്മാ പുളി അടിക്കല്ലേ. ശരി, വൈകുന്നേരം വരാം. വരണമെന്നില്ല, അങ്ങാടിയിൽ ഉണ്ടാവും ഞാൻ. ആ, അപ്പൊക്കെ പറഞ്ഞ പോലെ. ऐसे कैसे मैं दबड़ंगा कैसे जाऊंगा फिर मुझे गिफ्ट कैसे मिलेगा? मिलेगा अब आराम कब मिलेगा गिफ्ट? वो फिर हम साथ നിനക്ക് വാതിലൊന്ന് തുറന്നു കൊടുത്തൂടെ? ഓ, ഞാൻ ഇവിടെ ഇത് കണ്ടോണ്ടിരിക്കല്ലേ. എന്താ മോനെ ഇത്ര താമസിച്ചത്? കുറച്ച് പണിയുണ്ടായിരുന്നു. അമ്മ എന്തെങ്കിലും ഒന്ന് കുടിക്കാനെടുക്കും. കൊടുക്കുമേ. കല്യാണം മുടക്കി ഏട്ട ക്ഷീണിച്ച് വന്നിരിക്കല്ലേ. എടി എന്നോട് കണ്ണൂരിട്ടൊന്നും വേണ്ട, നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്തിനാ മോനെ നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? നാട്ടുകാരങ്ങനെ പറയട്ടമ്മേ. നിന്റെ വാശി കൊണ്ടാ നമ്മൾ ഇവിടം വരെ എത്തിയത്. സമ്മതിച്ചു. ഇനിയെങ്കിലും നിന്റെ പകയൊന്ന് നിർത്തിക്കൂടെ? ഈ പക അങ്ങനൊന്നും തീരില്ലമ്മേ. നാട്ടുകാർ മൊത്തം അവരെ പഴിക്കണം, പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല, എന്താന്ന് വെച്ചാ ചെയ്യ്. ഒരു കാര്യം ആലോചിക്കണം, ഇവിടെ ഒരു പെണ്ണ് വളർന്നു വരുന്നുണ്ട്. പിന്നെ നിന്റെ കാര്യവും. അതൊക്കെ അതിൻ്റെതായ സമയത്ത് നടന്നോളൂ അമ്മേ. അമ്മ കൂടുതലൊന്നും ആലോചിക്കാതെ എനിക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്കും. ഡേയ്, നിനക്ക് ടിവിയുടെ സൗണ്ട് ഒന്ന് കുറച്ചൂടെ? നിനക്ക് മാത്രം കേട്ടാ പോരെ? പണ്ടാരടങ്ങ്. കല്യാണം മുടക്കി. കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. മോൻ പോയി ഭക്ഷണം കഴിക്കും. ഇന്നെന്താ മോനെ വൈകിയ? 5 മിനിറ്റല്ലേ അമ്മ? എന്താ വേറെ കറിയൊന്നുമില്ല, ഗ്രീൻ പീസ് ഉള്ളൂ. ആ, എന്തോ ഒരു പിണക്കം. എനിക്ക് വഴക്കൊന്നുമില്ല. അല്ല, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? അല്ല മോനെ, നിനക്ക് വിഷമമൊന്നുമില്ല നിന്റെ കല്യാണം നടക്കാഞ്ഞിട്ട്? എൻ്റെ ഉമ്മ, ഞാൻ ഒന്നും വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. എന്നാലും ഞങ്ങൾ കാരണല്ലേ നിന്റെ കല്യാണം മുടങ്ങിയത്. ആ, നിങ്ങളോ? ബെസ്റ്റ്. ഉപ്പ 3 കെട്ടിയ മോൻ 4 കെട്ടു എന്നുള്ള പേടിയാ. എനിക്കുള്ള പെണ്ണിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടണ്ട. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാന്നേ. ആ, കഴിക്ക്. മോൻ കഴിക്കടാ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചോ. ഇതും കഴിക്കും. അല്ല, ഞാനിത് കേട്ട് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നാണ് വിചാരിച്ചേ. നല്ല വിശപ്പുണ്ട്. കുറച്ചും കൂടെ കറി വെച്ചെടുക്കും. ഉപ്പ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ്? അത് പിന്നെ മെമ്പർ വിളിച്ചിരുന്നു. എന്തിനു? അവന്റെ ഫ്രണ്ടിന്റെ ഒരു കുട്ടിയുണ്ടത്രേ. നമുക്ക് അവരെ പോയി ഒന്ന് കാണണം. ഉപ്പ അത് പിന്നെ നാളെ. എന്നാ നീ വരണ്ട, ഞങ്ങളൊന്ന് പോയി കാണട്ടെ. ഒന്ന് പോയി നോക്കാം. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. എന്താ മോനെ വിഷമിച്ചിരിക്കുന്നത്? ഈ ഭൂമിയിലെ അവസാനത്തെ പെണ്ണൊന്നും അല്ലല്ലോ അവള്. ഈ വീട്ടിൽ മരുമോളായിട്ട് വരാനുള്ള യോഗ്യത അവൾക്കില്ലാന്ന് കരുതിയാ മതി. എനിക്കങ്ങനെ വിഷമമൊന്നുമില്ലമ്മ. അത് മാത്രം പറയരുത്. വിഷമയില്ലാഞ്ഞിട്ടാണോ മൂലേ വന്ന് ഇരിപ്പിരിക്കുന്നത്? ഒറ്റയ്ക്കിരിക്കുന്നത് വിഷമം കൊണ്ടാ. ഒറ്റയ്ക്കിരിക്കുന്നത് വിഷമം കൊണ്ടല്ല. പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണ് ഇഷ്ടമില്ല എന്ന് പറയുന്നത് കേട്ട് വീട്ടിൽ വന്ന് ഒറ്റയ്ക്കിരിക്കുന്ന വിഷമം കൊണ്ടല്ലേ? കുഞ്ഞാവ് അവനെ കളിയാക്കൊന്നും വേണ്ട. അവന് പറ്റിയ സുന്ദരി കുട്ടികളെ ഞങ്ങൾ നോക്കും. അല്ലേ മോനെ? പറ്റുമെങ്കിൽ കുഞ്ഞാവയ്ക്ക് കൂടി ഒരു പെണ്ണ് നോക്കണമ്മ. ആ, അതെങ്ങനെ ശരിയാവും? കുഞ്ഞാവയ്ക്ക് നയൻതാരെ പോലുള്ള ഒരു പെണ്ണിനല്ലേ പറ്റൂ. ആണോ കുഞ്ഞാവേ? ഒന്ന് പോ, കളിയാക്കണ്ട. എനിക്കും ഒരു ദിവസം വരും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ബഷീർക്കാട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും
എനിക്കറിയാന്ന്. എന്താ അറിയാ? അതെ, ഞങ്ങളുടെ ബന്ധു ജബ്ബാറുണ്ടല്ലോ വട്ടപ്പാറ, നിങ്ങളുടെ മാലില്ല. ആ ഗൾഫിലുള്ള ഓൻ തന്നെ. ഓൻ എല്ലാ കാര്യം നമ്മളെ പറഞ്ഞിട്ടുണ്ട്. അത് ശരി. അപ്പൊ നിങ്ങക്ക് നേരത്തെ അറിയാല്ലേ? ഇനിയിപ്പോ എന്ത് നോക്കാനാ? നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതിനു മുമ്പേ നമ്മുടെ ചുറ്റുപാടും വിവരം അറിഞ്ഞോട്ടെന്ന്. ആ അതറിയണം. അല്ല, അത് മാത്രം പോരല്ലോ, കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ. കുട്ടികളൊക്കെ പിന്നെ നിങ്ങൾ ഇവിടെ മോളെ ഒന്ന് വിളിക്കായിരുന്നു. ഇതിനല്ല, മോളെ. റുക്സാന, മോളെ റുക്സാന. മോളിങ് വന്നേ. മോളെ പേരെന്താ? റുക്സാന. മോളെ ഏതുവരെ പഠിച്ച്? PG. ആ പിടിച്ചിക്കാ. എന്നാ പഠിച്ചാട്ടാ. അടിപൊളി. കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ. അല്ല മെമ്പറെ? അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് ഉറപ്പിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാലോ അല്ലേ? അങ്ങനെ ആയിക്കോട്ടെ. ഓ, അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. പോട്ടെ. ഓൻ ഇഷ്ടാവാണ്ടിരിക്കില്ല. ഓൻ ഇഷ്ടായിട്ടുണ്ട്. നല്ല മൊഞ്ചത്തിയാണ് കേട്ടോ. ഉമ്മയ്ക്ക് വലിയ ഇഷ്ടായി. തീരുമാനമൊന്നും ആയിട്ടില്ലടാ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ആ ശരി. ആ കുഞ്ഞാവേ, മോന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? മോൻ പെൺകുട്ടിയെ കണ്ടോ? ഇല്ല. കാണണ്ടേ? ഓ, എനിക്കൊന്നും കാണണ്ട. അതെങ്ങനെയാ ശരിയാകുന്നത്? അതൊക്കെ ശരിയാവും കുഞ്ഞാവേ. എൻ്റെ ഉമ്മമാർ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തതല്ലേ. അവരെനിക്ക് ഏറ്റവും ബെറ്റർ ആയത് മാത്രമേ സെലക്ട് ചെയ്യൂ. അതും പറഞ്ഞിരുന്നോ? പണ്ടിതുപോലെ ഒരു കല്യാണം ആലോചിച്ച എൻ്റെ അച്ഛനും അമ്മയും. എന്നിട്ടാ പെണ്ണെവിടെ? കല്യാണത്തിൻ്റെ അന്ന് രാവിലെ വരെ അവളെ എല്ലാവരും കണ്ടു. പിന്നെ ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. ഇപ്പം മൊബൈലൊക്കെ ആരോ കാണുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് ഞാൻ കണ്ടിട്ടില്ല. മോന്റെ മൊബൈൽ എങ്ങാനും ഉണ്ടോ? മോനൊന്ന് നോക്കാവോ? അയ്യേ, ഒന്ന് പോകും ഞാൻ. ഓ പിന്നെ നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയത് ആ ശരിയാ. വ്യാപനത്തിന് കൂടിയ രാജ്യങ്ങളുടെ വിലക്ക് തുടരും. നമ്മുടെ റഹ്മാൻ സാഹിബിന്റെ മോന്റെ ക്ലിനിക്കൽ സ്റ്റാഫ് അയാളോട് ചോദിക്കാൻ ഡോക്ടറെ കുറിച്ച്. ഞാൻ ഇന്നാളാണോ? ആ, സൗദിയിൽ യാത്രാ വിലക്ക് വീണ്ടും നീട്ടി. നല്ല വായനയില. കൊറോണ എന്നെ പ്രശ്നം. എന്താ ചേച്ചി ഇവിടെ? ചായപ്പിടയിൽ ചായ കുടിക്കാനല്ല, ബീർ കുടിക്കാൻ വരും ഇവിടെ. അല്ല പിന്നെ അവന്റെ മോളെ നിങ്ങൾ ഡോക്ടർ കല്യാണം വെച്ചിരിക്കുക. അല്ല ആള് കുഴപ്പമൊന്നുമില്ല. ആളുടെ സ്വഭാവം നല്ലതാണെങ്കിലും ആളുടെ ഉപ്പ 2-3 കെട്ട് കെട്ടിയതട്ടാ. ഒന്ന് ആലോചിച്ചിട്ട് മതി. പാര വെച്ചല്ലട്ടാ, കാര്യം പറഞ്ഞതാ. എന്തായാലും ഇത് നടക്കാൻ സാധ്യത കൂടുതലാണ്. ജബ്ബാറിന്റെ കുടുംബം പിന്നെ മെമ്പറൊക്കെ ഇടപെട്ട സ്ഥിതിക്ക് ചാൻസ് കൂടുതലാണ്. എന്താ നിന്റെ പ്ലാൻ? ഇത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ നഷ്ടത്തിന് ഇതൊന്നും പോരാ. അവരിവിടുന്ന് പോകണം. നാണം കിട്ടും. അതാണ് എൻ്റെ ലക്ഷ്യം. അതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും. അതിലൊരു മാറ്റമില്ല. അവൻ്റെ ഒരു കല്യാണം. വാ, വഴിയുണ്ട്. കൊള്ളാം. മൊത്തത്തിൽ ഒരു മൊഞ്ചുണ്ട്. ഷമീറ, ഷമീറ, പെട്ടെന്ന് വാ, ഇക്ക തിരക്ക് കൂട്ടണ്. ഓ എന്തോ അല്ല പൂയാപ്പിളെ പോലുണ്ടല്ലോ. അല്ല ഇനിയിപ്പോ കുഞ്ഞാവയ്ക്കാണോ കല്യാണം? ഒന്ന് പോ ചേടുത്തി കളിയാക്കാതെ. ഇന്ന് നമ്മുടെ ചെറുക്കന്റെ നിശ്ചയല്ലേ. ഞാൻ ഒട്ടും കുറയ്ക്കണ്ട. ആട്ടെ, ചേടുത്തി വരുന്നില്ലേ? ഓ ഞാൻ വരുന്നില്ല.
ഞാൻ പോന്നാ പിന്നെ ഇവിടെ ആരാ? ഈ വീട് മുഴുവൻ എന്റെ തലയിലല്ലേ? അത് നേരാ. ആ. ചേടത്തി വരണ്ട. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ ചെന്നില്ല ഒരു കാര്യവും അവിടെ ഒരു നടക്കുകയില്ല. കാര്യവും നടക്കില്ല. ഒന്ന് പോടോ. ഒരു കാര്യം എങ്ങനെയുണ്ട് അല്ലാ സൂപ്പർ ആയിട്ട് ഇല്ലെങ്കിലും ഉമ്മാന്റെ മോനെ രാജകുമാരനല്ലേ? ഉമ്മ എങ്ങനെയുണ്ട്? ഉമ്മ സൂപ്പർ അല്ലേ? വാ ഉമ്മ. ആ വരുന്നേ. അല്ലാ എന്റെ ഫോണ്. ആ വരുന്നേ. ഇറങ്ങാനായില്ലേ? നേരം പോണ്. മോനെ മൊഞ്ചത്തികളായിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ? പോലീസോ? ഇതെന്താ? എന്താ സാറേ? നമുക്ക് ആഷിക്കിനെ ഒന്ന് കൊണ്ടുപോകണം. ഒരു മിസ്സിംഗ് കേസ് ഉണ്ട്. അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണം. എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ പറയാം. ഡോക്ടർ ഞങ്ങളെ കൂടെ ഒന്ന് വരണം. എന്തിന്? അതൊക്കെ പറയാടോ. സാറേ ഇന്നെന്റെ കല്യാണം നിശ്ചയമാണ്. അത് ഇത് കഴിഞ്ഞു മാവാലോ. വാ മോനെ. എന്തിനാ മോനെ? എന്തായാലും മൂപ്പര് വരുന്നുണ്ട്. ബാക്കി വിവരങ്ങളൊക്കെ മൂപ്പരായിരുന്നു കിട്ടിക്കോളൂ. എന്തൊക്കെയാ വിവരങ്ങളൊക്കെ എല്ലാവരും അറിയില്ല. ഓ മുജീബേ, ഒരു ചായ കേട്ടോ. ഇതിപ്പോൾ ഇയാളെ മാന്യത കണ്ടിട്ടൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചത്. രാഘവേട്ടാ, ഡോക്ടർ ഞാൻ IS-ൻ്റെ ആളായിരിക്കുമോ? ഛേ, ഈ മിണ്ടാതിരുന്ന് ചായ കുടിച്ചാ. എന്ത് മാന്യായിരുന്നു. പൊക്കെ പോയില്ലേ? ഡോക്ടർ തറവാട്ടമ്മ എന്തൊക്കെയായിരുന്നു പൊക്കത്തിന് തീരുമാനമായി. സത്യം എന്താണെന്ന് ആർക്കറിയാം. നിങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. സത്യമില്ലാണ്ട് തമിഴ്നാട്ടിലൊരു കോടീശ്വരൻ്റെ ഒരു മോളാത്രേ. എനിക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടായിരുന്നു. നല്ല എളിമ, നല്ല പെരുമാറ്റം, അങ്ങനെയുള്ളവരെ സൂക്ഷിക്കേണ്ടത്. എന്തായാലും ഡോക്ടർ കാര്യത്തിലൊരു തീരുമാനമായില്ലേ? റഹ്മ സാഹിബിൻ്റെ വണ്ടിയില്ല പോകുന്നത്. അതിലോ ജാമ്യത്തിലിറക്കാൻ പോയതായിരിക്കും. ആയിരിക്കും. നല്ല ഇടി കിട്ടിയിട്ടുണ്ടാവും. ചായ അറിഞ്ഞില്ലേ? ഡോക്ടർ പോലീസ് സ്റ്റേഷനില്ലത്രേ. ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ തമിഴ്നാട്ടിലെ കൊണ്ടേ കാണുന്നു. ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണേണ്ടില്ലേ? അല്ല, നിന്റെ മേക്കപ്പ് കാണുമ്പോ ഞമ്മക്കൊരു സംശയം. പുയ്യാപ്പിള നീയാണോന്ന്. മോടെ പിയാപ്പന്റെ മുമ്പിൽ മോളെ പാപ്പനൊന്ന് മൊഞ്ചനാവട്ടാ. എല്ലാരും വരുന്നതല്ലേ? ആ, നിക്കാഹ് ഉറപ്പിക്കാൻ അവര് വരുമ്പോ പയ്യന്റെ ബാപ്പാന്റെ 3 മൊഞ്ചത്തിയോളും ഉണ്ടാവൂലോ. അതുകൊണ്ട് മേക്കപ്പ് ഒന്ന് ഓവർ ആക്കുന്നത് നല്ലതാ. പോടാ അവിടുന്ന്. നമ്മളും പിയാപ്പളന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യട്ടാ. അനക്കെന്താ പ്രശ്നം? അസൂയക്കാരൻ. പോടാ അവിടുന്ന്. ഓ പിന്നെ നിന്റെ ചങ്ക് ബ്രോ ആയതുകൊണ്ട് എനിക്കും കുറച്ച് മേക്കപ്പ് ആവാം. പിന്നെ അവരെ കൂട്ടത്തില് ചില മൊഞ്ചത്തിയോളും ഉണ്ടാവൂലോ.
ഞാനൊരു കന്നിക്കാരനല്ലടാ. അതുകൊണ്ടേ ഞാനും ഒന്ന് മേക്കപ്പ് ചെയ്യട്ടെ, ഒന്ന് മാറുന്നരാ. ഓ ആരത്? ആരാ നോക്കടാ? നീ ആയിരുന്നോ? കേറി വാ. ലത്തീഫേ, ആകെ പ്രശ്നം. എന്ത് പ്രശ്നം? അതിപ്പോ എങ്ങനെ പറയാ? അതെ, ഇംഗ്ലീഷിൽ പറയണ്ട, മലയാളത്തിൽ പറഞ്ഞു കൊടുത്താ മതി. അത് ഞാൻ എങ്ങനെ പറയാ? ഏയ്, വായോണ്ട് പറഞ്ഞു കൊടുത്താ മതി. അതെ, സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഫ്രണ്ട് റാഫി, എന്റെ സുഹൃത്താ. ഗൾഫിലെ മറ്റേ ആൻസ് വിൽക്കുന്ന പരിപാടിയാ. നിനക്ക് ആൻസിന്റെ ആളെ പരിചയപ്പെടണമെന്ന് പറഞ്ഞില്ലേ? ഇയാളെ ബന്ധപ്പെട്ടാ മതി. ഇവനാണ് ബാബു. വെറും ബാബു അല്ല, ഇടിവെട്ട് ബാബു. ഇടിവെട്ട് ബാബു? നിനക്കൊന്നും ഞാൻ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ലേ? എന്താ പറയ്? നിന്റെ മോളെ കെട്ടാൻ പോകുന്ന ഡോക്ടറില്ലേ, ആ റഹ്മാൻ സാഹിബിന്റെ മകൻ, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ ഏതോ കൗണ്ടർ മോളുമായിട്ടേ ഡോക്ടർക്ക് എന്തോ കാര്യമായ ബന്ധമുണ്ട്. ആ കുട്ടി മിസ്സിങ്ങാ 4 ദിവസമായിട്ട്. അതുകൊണ്ടായിരിക്കും പോലീസ് അവനെ പൊക്കിയത്. അതെ, ഇനി വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ടാന്ന്. ഇപ്പൊ എന്തായി? 3 ബീവിയും കോപ്പും തേങ്ങയും വാങ്ങി വെറുതെ ആശിപ്പിച്ചിട്ട് മേക്കപ്പും കോപ്പും പണിക്കും വേണ്ട മേക്കപ്പ് അല്ല, പിന്നെ വെറുതെ മനുഷ്യനെ ആശിപ്പിച്ചിട്ട്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാകിടാവേ. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ, ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആകുന്നില്ല. ഓ, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇതാപ്പം എന്താ പഠിച്ച പണിയാ ആണെന്നേ. പോടാ അവിടെ, നമ്മളറിയാത്ത രഹസ്യങ്ങളൊന്നും അവനില്ല. ഉണ്ടെന്നേ. എടാ, അവന്റെ അപ്പൻ 3 കെട്ടിയത് ഈ നാട്ടിൽ നിന്ന് തന്നെയല്ലേ. മോനിച്ചിരി കയറ്റിപ്പിടിച്ച് കേരളത്തിൽ നിന്ന് നിന്നെ ഉറപ്പിച്ച് തമിഴ്നാട്ടിൽ നിന്ന് നിന്നെ വരുത്തിച്ച് ഇനി ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ എപ്പ വരുമോ എന്ന്. ഒന്ന് ചുമ്മാ ഇരിക്കടാ, അവന്റെ ഒരു കണ്ടുപിടുത്തം. എന്തോ തള്ളിക്കളയുന്ന കാര്യാ പറയുന്നേ. എല്ലാരും കൂടെ തള്ളി ഇപ്പൊ തമിഴന്മാർ എന്നെയാ കാണാൻ വരുന്നത്. പുട്ട്. ഇനി നിങ്ങളാണോ ഫേസ്ബുക്കിൽ തള്ളി ആ പെങ്കൊച്ചിനെ വരുത്തിയത്? ഒന്ന് പോകുഞ്ഞാവേ, ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. നീ ചെയ്യും, നിനക്ക് കുറച്ച് ചുറ്റിക്കളിയൊക്കെ ഉള്ളതാ. അത് ഈ നാട്ടിലെ അല്ലറ ചില്ലറ ചുറ്റിക്കളിയല്ലേ, ഇൻഡർസ്റ്റേറ്റ് ചുറ്റിക്കളി നമുക്കില്ലേ കുഞ്ഞാവേ? സമ്മതിച്ചേ. ആട്ടെ, നിങ്ങൾ ആ പെങ്കൊച്ചിനെ കണ്ടോ? കാണാൻ എങ്ങനെ? മൊഞ്ചത്തിയാണോ? മൊഞ്ചത്തിയാണോ? നമ്മുടെ നാട്ടിലൊന്നും അമ്മാതിരി മൊഞ്ചത്തി കണ്ടിട്ടുണ്ടാവില്ല, അല്ലടാ. ആഹാ, കുഞ്ഞാവി ആ മൊഞ്ചത്തെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കാൻ പോവാ? അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്ക്. ഒരു തവണ വീട്ടിൽ വന്ന എന്റെ പേടി ഇതുവരെ മാറിയിട്ടില്ല. ഓ, എന്തൊരു വരവായിരുന്നു. നിങ്ങൾ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കാതെ ആഷിക് മോനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഊരാൻ നോക്ക്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം കൈവിട്ട് പോയില്ലേ? അല്ലേ തന്നെ നല്ല ഇടി ഇവിടെ കിട്ടുമല്ലോ. പാണ്ടിന്ന് വല്ല കാര്യവും. അത് നേരാൻ വണ്ണം വീട്ടുകാർ കൈകാര്യം ചെയ്തിരുന്നല്ലേ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടിയും പിടിച്ച് വരികയില്ലായിരുന്നു. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഭാഷ അറിയാത്ത ഇടിയാ നല്ലത്. എന്നാ കുഞ്ഞാവ കരുതിയിരുന്നു അടി നാട്ടിൽ നിന്നും കിട്ടും പാണ്ടിയിൽ നിന്നും കിട്ടും. എന്തിന്? കുഞ്ഞാവയുടെ കല്യാണം നടത്താതെ ആഷിക്കിന്റെ കല്യാണം നടത്താനുള്ള വൈരാഗ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ല കുഞ്ഞാവി, ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ദേ പൊക്കോണം, എന്നെ തള്ളിമറിക്കാൻ നോക്കല്ലേ. എന്നാ കുഞ്ഞാവ് വിശ്വസിക്കണ്ട, തല്ല് കിട്ടുമ്പോ മനസ്സിലാവും. കുഞ്ഞാവെ തല്ലാനിങ്ങി വരട്ടെ. സത്യമാണ് കുഞ്ഞാവെ. സത്യമാണ് പോലും. കുഞ്ഞാവക്കും കിട്ടും. ഇപ്പൊ കിട്ടും. കിട്ടുമ്പോ ഒന്ന് പറയണേ. പോടാ. തൃശ്ശൂരങ്ങാടിയിലെ കുത്തും കൊലങ്ങൾ. വാ. നമസ്കാരം. ഇരിക്കെ. എന്തെങ്കിലും വിവരമുണ്ടോ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു, പക്ഷെ അവർക്ക് ഇതിനെ കുറിച്ചൊരു വിവരമില്ല. പിന്നെ MLA പിയാനും വിളിച്ചിരുന്നു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഫോണൊന്നും എടുക്കണ്ടേ? MLA ആണെങ്കിൽ നാട്ടിലുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോ അന്വേഷിക്കന്നെ.
പിയാണ് വിളിക്കുന്നത്. ഹലോ, ഞാൻ കുറെ സമയമായിട്ട് അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ, നമ്മുടെ ആ റഹ്മാൻ സാഹിബിന്റെ മോന്റെ കാര്യം പറയാനേ. ഓ, അതെ അതെ. ആ, ഓ, ഓക്കെ ഓക്കെ. അത് പിന്നെ ഞാൻ വിളിച്ചതായിട്ട് പറയണ്ടെന്നാൽ. ശരി, ഓക്കെ. പേടിക്കണ്ട, MLA ഫാം ഹൗസിലുണ്ട്. പിന്നെ ആ കൗണ്ടറുടെ മകളെ കാണാതായത് രഹസ്യമായിട്ട് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കേസാക്കാത്തത്. കൗണ്ടറും MLAയും അവർ പഴയ സുഹൃത്തുക്കളാണ്. ആ SP ആണെങ്കിൽ MLA പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. അതുകൊണ്ട് ഇങ്ങനെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യാനാ പ്ലാൻ. എവിടെയാ സ്ഥലം? നമ്മളെ അങ്ങാടിക്കടവിലെ എസ്റ്റേറ്റിലാണ്. ആ, സായിബ് ഇപ്പം അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കണ്ട. നീ ആഷിഫിന്റെ ഫ്രണ്ട് അല്ലേ? നീ കുറച്ച് ആളെ കൂട്ടി പോയാൽ മതി. ആ, ആയിക്കോട്ടെ. പിന്നെ എൻ്റെ വഴിക്ക് ഞാനൊന്ന് നോക്കാം. ആ, പേടിക്കാതിരിക്കും സാഹിബ്. നെല്ലും പതിരൊക്കെ നമുക്ക് വേർതിരിക്കാം. ഞാനല്ലേ പറയുന്നത്, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ പോ, വീട്ടിൽ പോയി ചെല്ലേ. എന്നാ ശരി. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. അതെ ഡോക്ടറെ, വെറുതെ ഉരുണ്ട് കളിക്കണ്ട. വ്യക്തമായ എവിഡൻസോട് കൂടിയാണ് ചോദിക്കുന്നത്. എവിടെയാണ് ലക്ഷ്മി? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാറേ. എനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടി എനിക്ക് അറിയില്ല. സ്റ്റോപ്പ് ഇറ്റ് ഡോക്ടർ. പെൺകുട്ടി 2 ദിവസമായി മിസ്സിംഗ് ആണ്. അതിന്റെ കാരണം ഡോക്ടറാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചാറ്റിംഗ് ഹിസ്റ്ററി ഒക്കെ ഞങ്ങൾ കണ്ടു. സത്യം പറ ഡോക്ടറെ, കുട്ടി എവിടെ? ഞാൻ ഔട്ട് ഹൗസിലാണുള്ളത്. അങ്ങനെ കാര്യമായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല. അതെ അതെ. എന്താണ് സാർ, എന്തിനാണ് ആഷിക്കിനെ കൊണ്ടുവന്നത്? ധൃതി വെക്കാതെ ഞാൻ പറയാം. ഫേസ്ബുക്ക് ചാറ്റിങ്ങിലൂടെ ഡോക്ടർ പ്രേമത്തിലായി. പ്രേമെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ പ്രേമം. കാലം കുറേയായി തുടങ്ങിയിട്ട് ഇപ്പം ആ പെണ്ണിനെ കാണാനില്ല. അവനെ കാണാനാന്ന് പറഞ്ഞ ആ പെണ്ണ് പോന്നെന്നാ കൂട്ടുകാരികൾ പറഞ്ഞത്. നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണോ അത്? അല്ല, ആ കുടുംബത്തിന്റെ ചരിത്രം അങ്ങനെയാണല്ലോ. പെണ്ണിന്റെ വീട്ടുകാർ കേസും വഴക്കൊന്നുമില്ലാതെ കൊണ്ടുപോകാനുള്ള ശ്രമത്തില്. നിങ്ങൾ തന്നെ പോയി ചോദിച്ചു നോക്ക്. പ്രശ്നങ്ങൾ തീർക്കാനേ മനുഷ്യന് സമയമുള്ളൂ. ഡോക്ടർ ആഷിക്ക് പറഞ്ഞത് മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പോലീസ് മുറ ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടല്ല, സംഭവം പർവ്വതീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തായാലും കൂട്ടുകാരനെ ഇപ്പൊ കൊണ്ടുപോയിക്കോ. ഇതിനൊരു അവസാനം ഉണ്ടാവുന്നത് വരെ എപ്പോ വിളിച്ചാലും വരണം. ഇൻസ്പെക്ടർ, அவங்க തിരിച്ചു വരുവാங்களா? അവൻ നമ്മുടെ കൂട്ടിലെ കൂടിയല്ലേ, നിങ്ങൾ വിഷമിക്കണ്ട. അവൻ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവും. തൻ്റെ മകളെ 24 മണിക്കൂറിനുള്ളിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞങ്ങൾ കണ്ടെത്തും. അവനും അവൻ്റെ ഫ്രണ്ട്സും എവിടേക്ക് പോകുന്നു, ആരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം. എന്നാലും ആരായിരിക്കും ഇതിന്റെ പിന്നിൽ? ആരാണേലും എന്നെ പറ്റി കൃത്യമായ ധാരണയുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് പോലെ തന്നെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം അതിൽ അപ്ഡേറ്റ് ആണ്. സത്യമാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ? നീ ഫേസ്ബുക്കിലൊന്നും വലിയ ആക്റ്റീവ് അല്ലല്ലോ. അതെ അതെ അതെ, സത്യമാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ? എന്റെ ആശിക്ക് അതൊക്കെ സിമ്പിൾ അല്ലേ? ഇനി നീ എങ്ങനെ ആണോടാ പണി കാണിച്ചത്? ഇനി എനിക്കിട്ടുണ്ടായിക്കോ. സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ വലിയ ചതിയല്ലേ? അത് പിന്നെ പറയണോ? ജീവിതം പോകാൻ അത് മതി. ദേ കണ്ടില്ലേ? എടാ, ഞാൻ പറഞ്ഞു വന്നപ്പോ ഒരു ഫ്ലോലങ്ങ് പറഞ്ഞു പോയതാ. നീ അതത്ര കാര്യമാക്കണ്ട. എടാ, എനിക്ക് തോന്നുന്നു ഇതിന്റെ പിറകിൽ വിജയകുമാറാണെന്ന്. ആ ശരിയാ, ഇത് അവൻ തന്നെ. എന്നാ വണ്ടി അവന്റെ വീട്ടിലേക്ക് വിടറാ. 2 കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ. ആഷിക്കേ, ആ രാമേട്ടന്റെ ചായക്കടയിലേക്കിടയില്ലേ പോണത്? അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണേ. ഞാൻ അതെന്തിനാ? എനിക്ക് ചെറിയൊരു ഓട്ടോ ഉണ്ട്, ഞാൻ ഓടിട്ട് വരാം. അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. നീ കൂടെ വരണം, വന്നേ പറ്റൂ. നാളെ തൊട്ട് വരാന്നേ. ആരായത്? എന്താ കല്യാണം ക്ഷണിക്കാൻ വന്നതാ? അല്ലടാ, നിന്റെ അടിയന്തരം നടത്താൻ നീയാണോ അതിന്റെ ഒക്കെ പിന്നിൽ? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ. എടാ, ഇതൊന്നും ഞാനല്ല. എന്റെ കുഴി ഞാൻ തന്നെ തോണ്ടില്ല. പിന്നെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ 2 ദിവസം മതി. അത്രയ്ക്കും മണ്ടനൊന്നുമല്ല ഞാൻ.
നിങ്ങൾ വേഗം സ്ഥലം വിടാൻ നോക്ക്. ഓ നീ വെറുതെ വേണ്ട, നീ കരുതിയിരുന്നോ? ഞാൻ കളത്തിലിറങ്ങിയ പിന്നെ ഈ നാട്ടിലുണ്ടാവത്തില്ല നീ. പിന്നെ പണ്ടെന്റെ വാപ്പ കാണിച്ച കുറച്ച് കടന്ന കൈയായിപ്പോയി. അതുകൊണ്ടാണ് നിന്നെ ഞാൻ മൈൻഡ് ചെയ്യാത്തത്. ഓടാ. അതെ സാർ, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഇന്ന് രാവിലെയാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തത്. ആ സാർ, ഹോട്ടൽ മാനേജർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ സാർ. ആരാ സാർ? SP ആണ്, കൂടെ MLA ഉണ്ട്. ഓരോരോ പ്രശ്നങ്ങൾ. ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ചാടി പുറപ്പെടുന്നത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വല്ല വിവരവും വേണ്ടേ? ഫേസ്ബുക്കിൽ കാണുന്ന ഒരുത്തനോട് ചാറ്റ് ചെയ്യുക, പ്രേമിക്കുക, എന്നിട്ട് നേരിൽ കാണുന്നത് രജിസ്റ്റർ ഓഫീസിൽ. കാലം പോയൊരു പോക്കേ. അനുഭവിച്ചാലേ പഠിക്കുള്ളൂ സാർ, അതങ്ങനെയാ. എന്തൊക്കെ കണ്ടാലും എത്ര അനുഭവിച്ചാലും എന്താ കാര്യം? സാറിന് പെൺകുട്ടികൾ? എനിക്കില്ലടോ. നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, നിനക്ക് സാധ്യതയുണ്ട്. പ്രൊഫൈല് നിന്റെ തന്നെ കേട്ടാ. ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല, എന്തായാലും കിട്ടും. ഇവളാള് സുന്ദരിയാട്ടാ. ഇവന്റെ കാമുകി. നീ വെറുതെ അനാവശ്യം പറയരുത്. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. എന്നാലും ഇതിന്റെ പിന്നിൽ ആരെന്നുള്ളൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്താ ചെയ്യാനാ ഓരോ കാര്യങ്ങൾ. അതൊക്കെ ശരിയാവും, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഈ നാട്ടുകാരെ കൊണ്ട് ഇടങ്ങേറ്. നാട്ടുകാര് അവിടെ പോയി പണി നോക്കാൻ പറയണേ. എടാ, സത്യം പറഞ്ഞാലും ആളുകളൊന്നും വിശ്വസിക്കൂല. കാശ് കൊടുത്ത് ഒതുക്കി അതും ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കും. നീ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട. എന്നാലും ഇവളാരായിരുന്നു? ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി ഇവിടെ വന്നിരുന്നോ? ഇപ്പൊ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഇനി വന്നൊന്ന് അറിയിക്കണേ. ഓ ശരി. ഓക്കെ. Stop, 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 stop. Please come out. Are you Miss Lakshmi Shaktivel? Yeah. Okay. I'm Okay, Lakshmi madam. Shaktivel. Please come with us. Excuse me, ma'am. Follow the jeep, please. കടവുളെ, ഞാൻ എന്നത്തെ ചെയ്യ? ശക്തി, നിങ്ങൾ അവിടെ ഇരിക്കേ. അവരിപ്പോ എത്തും. പൊറുമയില്ല സാർ, താങ്ക മുടിയല്ലേ. ഇപ്പൊ അവളോടൊന്നും ചോദിക്കണ്ട. അപ്പുറം എപ്പടി സമാളിക്കരുത്? അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. അവർ വന്നു എന്നാ തോന്നുന്നത്. സർ. லக்ஷ்மி, நீ எதுக்காக இது பண்ண? உனக்கு என்ன ஆச்சு? பைத்தியமா பிடிச்சிருக்கு? മോളകത്തേക്ക് ചെല്ല. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യണ്ടേ? സാർ, ഇത് ആർക്കും തെரிய വേണ്ട. ഞങ്ങൾ ഇപ്പോൾ ഊർക്ക് പോറേ. അതിനു മുമ്പ് ലക്ഷ്മി ആഷിക്കൊന്ന് കാണട്ടെ. കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുവാ മുഖ്യം. പൊണ്ണ് കിടച്ചതേ കടവുൾ പുണ്യം. ഞങ്ങൾ ഊർക്ക് പോറോം സാർ. അത് വേണ്ട ശക്തിവേൽ, ഞാൻ ആഷിക്കിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആഷിഖ്, വരൂ വരൂ. പിന്നെ ലക്ഷ്മി വന്നിട്ടുണ്ട്. നിങ്ങൾ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ശരി സർ. என் சுவாச காற்றே நீ நெஞ்சில் நிறைந்தாய், சில்லென்ற மழை துளியே என்னுள் நுழைந்தாய். ஆதிரராவில் நீ சின்னும் மழையாய், பௌர்ணமி திங்கள் நின் சிறியாய் விடர்ന്നു. പൂമരക്കൊമ്പിൽ നീ പൂക്കും
ഗന്ധമായി ചെറുകിളികൾ കുറുകുമീ പുഴയരികിൻ കുളിരിലായി നിറയൂ നീ എന്നിൽ മധുമഴയായി നിറമിഴികൾ തേടുമീ നനവുണരും തീരമായി തിരകളിലെ പ്രണയമായി അണയൂ നീ എന്നിൽ അലക്കടലായി എന്നും തേന്മാരിയായി പെയ്യും സായന്തനം ചായം തൂകുന്നൊരീ മായ ചിറകേറി വാ ദീപമായി തെളിയുന്നു എന്നിൽ ദേവശില്പമേ പ്രിയതരമോർമകൾ അകമിഴികൾ പുൽകുമീ പുലരികളിൽ നിറയുവാൻ ഒഴുകൂ നീ എന്നിൽ മധുരവമായി ചിറകുകളിലേറി നാം പറവകൾ പോലെയായി പുതുവഴികൾ തേടവേ നിറയൂ നീ എന്നിൽ പുതുനിഴലായി മായി നിറയുന്നു എന്നിൽ ജീവരാഗമേ എന്താ എന്ത് നല്ലൊരു ട്രാപ്പാണ്. അവനെ നാറ്റിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി നാറ്റിക്കണം. ഇതിൽ നിനക്കെന്താ റോള്? ഉണ്ട്. ഇനി എനിക്കാണ് റോൾ. അവന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു പണി ഞാൻ കൊടുക്കും. അത് നന്നായി. ഞാൻ പറഞ്ഞത് മറക്കണ്ട. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ, ഇതെങ്ങനെ, എന്തിനു വേണ്ടി? தம்பி மன்னிச்சிருப்பா, நான் என்னென்னமோ சொன்னேன். ஒன்றும் மனசில் வச்சுக்காத, தப்பா எடுத்துக்காத. ഇതിപ്പോ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇത് നമുക്ക് തന്നെ അവസാനിപ്പിക്കാനുള്ള കാര്യമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ അവസാനിപ്പിക്കണം. പക്ഷേ എനിക്കിതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയണം സാർ. അല്ല ഡോക്ടർ, ഇനി ഈ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കണോ? ഇവർക്ക് പരാതിയില്ലാത്ത സ്ഥിതിക്ക് നമുക്കിത് അവസാനിപ്പിച്ചൂടെ? മன்னிச்சிடுங்க. സാർ പ്ലീസ്, ആരാണ് ഇതിന്റെ പിന്നിൽ? എന്തിനാ എന്നെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത്? ഡോക്ടർ ഇങ്ങോട്ട് വാ, നമുക്ക് പുറത്ത് നിന്നിട്ട് സംസാരിക്കാം. ഇനി എന്താ പ്ലാൻ? பொண்ணு கிடைச்சதே கடவுள் புண்ணியம். ஊருக்கு போறேன் சார். ஓகே, டேக் கேர்.
ലക്ഷ്മി പോലാമല്ലേ? മോളെ ഇനിയെങ്കിലും അച്ഛൻ പറയുന്നതൊക്കെ കേൾക്ക്. ഡോക്ടറെ, ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? പട സ്വന്തം പാളയത്ത് തന്നെയാ, പുറത്തറിയാതെ നോക്കണം. SP നമ്മുടെ ആളായതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ അവസാനിച്ചു. ஆஷிக், நான் இந்த ஊருக்கு வந்ததே உயிருக்கு உயிரா நேசிச்சு என்னோட காதல்ல தேடி மட்டும்தான். ஆனா தோத்துட்டேன். உயிருக்கு உயிரா நான் உங்களை காதலிச்சேன். ஆனா நான் காதலிச்சது உங்களுக்கு தெரியவே இல்லை. தப்புதான், ஒத்துக்கிறேன். ரொம்ப கஷ்டம் தந்திருந்தா மன்னிச்சிடுங்க. ஆனா ஒண்ணு மட்டும்தான் சொல்றேன், என்னோட காதல் உண்மையானது. வாழ்க்கை போறா உங்களே தான் காதலிப்பேன். உங்களை நினைச்சு மட்டும்தான் காத்துட்டு இருப்பேன். ആശിക്കേ, ഉമ്മാക്കൊരു തെറ്റ് പറ്റിയതാ മോനെ. വേണ്ട, ഉമ്മ ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് മാപ്പതാ. എന്റെ മോനല്ലേ, ഞാനല്ലേ എന്നെ പ്രസവിച്ചത്. ആശിക്കേ, ഉമ്മ പറയുന്നത് കേൾക്ക്. ഓളെന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഉമ്മക്ക് ഇപ്പഴാ മനസ്സിലായത്. ഈ ചെല്ല്, ഓളെ നമുക്ക് നമ്മളെ കുടുംബത്തിന് വേണം. ആശിക്കേ, ഈ ചെല്ല്, എന്റെ ഉമ്മയല്ലേ പറയുന്നത്. ഓ ആരാ? ചേട്ടാ, അവരൊക്കെ അവരിവിടെ ഇല്ലല്ലോ. എവിടെ പോയി അറിയില്ല. അല്ല, തമിഴ്നാട്ടുകാര് അറിയില്ല, അപ്പൊ അന്നേരം പോയതാ. എവിടേക്കാന്നറിയാവോ? അറിയില്ല. തിരിച്ച് നാട്ടിലെങ്ങാനും പോയോ? അല്ല, നിങ്ങളോടല്ലേ പറഞ്ഞ അറിയില്ല. ഇതൊക്കെ പറഞ്ഞാലും മനസ്സിലാവൂലേ? ഓ,
സ്വപ്നങ്ങളേകി അകലുകയോ മലരായി എൻ മനിയിൽ ലയമായി എൻ ഉയിരിൽ മോഹഭംഗങ്ങളേകി മറയുകയോ മണിവീണ തന്ത്രികൾ മീട്ടി എന്നിൽ നീ മനസ്സിൽ ശ്രുതിയായി മഴവില്ലുകൾ പോലെയുള്ളിൽ നീ നിറഞ്ഞു പിന്നെ മാഞ്ഞു നീ അകലുകയോ മറയുകയോ മോഹസ്വപ്നങ്ങളേകി അകലുകയോ മോഹഭംഗങ്ങളേകി മറയുകയോ രാവിൽ മിന്നി താഴെ നോക്കി താളം തീർത്ത താരം നോവും എത്ര ശോകം മീട്ടി മായാൻ വന്നതെവിടെ രാവിൽ മിന്നി താഴെ നോക്കി താളം തീർത്ത താരം നോവും എത്ര ശോകം മീട്ടി മായാൻ വന്നതെവിടെ തേങ്ങലായി എന്നിൽ നിറയുന്നു മോഹമായി എന്നിൽ എരിയുന്നുവോ പെയ്തൊഴിഞ്ഞ മഴമേഘമാലകൾ നെയ്തു നേറിയോ ഉള്ളിലോർമ്മകൾ മോഹസ്വപ്നങ്ങളേകി അകലുകയോ മോഹഭംഗങ്ങളേകി മറയുകയോ നീളും വഴികളേറും യാത്ര പിന്നും എന്റെ ഉള്ളം തീരും നേരം കൂടും തേടിയിടറുകയായി നെഞ്ചം നീളും വഴികളേറും യാത്ര വീണ്ടും എന്റെ ഉള്ളം തീരും നേരം കൂടും തേടിയിടറുകയായി നെഞ്ചം പുൽകിയോ നോവിൻ തിരിനാളം ജീവിതം മുന്നിൽ നിറം മങ്ങിയോ സാഗരങ്ങളെ തഴുകിയെത്തുമീ തീരഭൂമിനെ കൈവെടിയുമോ ഇനി മഴയെങ്ങാനും പെയ്യോ? എടാ ഞാൻ വിളിക്കാം പെയ്യാതിരുന്നാ മതി. കുറച്ച് തിരക്കില്ല. ആ ശരി. ജയ്സ. എടാ രഞ്ജിത്തെ, സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടിയില്ലേ ലക്ഷ്മി, അവളെ ഇപ്പൊ കാണാനില്ല. ആകെ കുഴപ്പത്തില. നിനക്കറിയാലോ, ഇരട്ടി വെളുത്ത പെങ്ങടെ കല്യാണമാ. ഈ അവസ്ഥയിൽ ഇവിടുന്ന് മാറി നിന്നാൽ എങ്ങനെയാ? അത് ശരിയാ. ആ ദാസേട്ടൻ വന്നല്ലോ. ആ ദാസേട്ടാ എന്തായി? ഒന്നും ആയില്ല മോനെ. അറിയാമല്ലോ എന്റെ പൈസ അല്ലെന്ന്. ഞാൻ ഒന്നുകൂടെ ഫോൺ ചെയ്യട്ടെ. ഏട്ടാ നീ ചിരിക്കണ്ട, അടുത്തോട് എന്തായാലും നിന്റെയാ. ചേട്ടൻ കെട്ടിട്ടുള്ളൂ. അതെന്താ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതിന്ന്? ചേട്ടൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനോട് നാത്തും പോരും നടത്തിയിട്ട് ഞാൻ കെട്ടുള്ളൂ. ചേട്ടത്തീന്ന് വിളിയടി. കണ്ടില്ല ജയ്സേട്ടാ, കെട്ടിക്കൊണ്ട് വന്നില്ല. അതിനു മുമ്പ് ഇതാ മട്ടം. കണ്ടാ തന്നെ അറിയാം. ഇതാ വരുന്നു. ആ ഗ്ലാസ് ഇതാ, എന്റെ കൂട്ടുകാർ വിളിക്കുന്നു. എന്നാ രഞ്ജിത്തെ, ആ കുമാറാണ് പൈസ തരാന്ന് പറഞ്ഞത്. ഇപ്പോഴാണേ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കുറെ ട്രൈ ചെയ്ത് നോക്കി. രഞ്ജി, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. ഞാനൊരു സ്ഥലം വരെ പോയി വരാം. എടാ പൈസയുടെ പൈസയുടെ കാര്യം കാര്യമൊക്കെ നോക്കടാ. നിങ്ങളുടെ ലക്ഷ്മി, അതിൻ്റെ പേരിൽ ഇവൻ ഒരുപാട് ക്രൂശിക്കപ്പെടുന്നുണ്ട്. ഇവൻ നിരപരാധിയാണ്. എങ്കിൽ പിന്നെ എന്തിനാ ഇവൻ ലക്ഷ്മി അന്വേഷിച്ച് ഇവിടെ വന്നത്? സാർ, ഞാൻ അവളെ അന്വേഷിച്ചു പോയെന്നുള്ള സത്യമാണ്. പക്ഷേ தப்பா சொல்ற சார். இவர் எல்லாரும் சேர்ந்து ஆடுறது நாடகம் சார். சும்மா விடக்கூடாது சார். സാറേ, ഞങ്ങൾക്കൊരു 2 മണിക്കൂർ സമയം തരാം. നിങ്ങളുടെ ലക്ഷ്മിയെ ഞങ്ങൾ കൊണ്ടുതരാം. ഞങ്ങളെ വിശ്വസിക്കും സാറേ, പ്ലീസ്. ലക്ഷ്മി എവിടെയാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. സാറേ, ഞങ്ങളെ വിശ്വസിക്കണം സാറേ. ലക്ഷ്മി എവിടെയായിരുന്നാലും ഞങ്ങൾ കൊണ്ടുവരാം. പ്ലീസ് സാർ. ശരി, നിങ്ങൾ പോയിട്ട് വാ. ഓ ശരി സാർ. ആമാ. പോവാം. சார் என்ன சார் இது?
அவங்க திரும்பி வருவாரா? അവർ വരും. ലക്ഷ്മി അവർ കൊണ്ടുവരും, ഞാൻ ഗ്യാരണ്ടി. എടാ നീ എന്തർത്ഥത്തിലാ 2 മണിക്കൂർ കൊണ്ട് അവളെ കൊണ്ടുതരാമെന്ന് പറഞ്ഞത്? ഇവനവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അന്നേരത്തത് പറഞ്ഞല്ലേ. എടാ അപ്പൊ അതായ പ്രശ്നം. നമ്മൾ എവിടെ പോയി കണ്ടെത്തും? കണ്ടെത്തണം, അതെന്റെ മാത്രം ആവശ്യമാണ്. நீங்க எல்லாம் யாரு? எதுக்கு நீங்க கூட்டி வந்து கட்டி போட்டிருக்கோம்? വെറുതെ വെക്കാതെ പറയാം. எங்க அப்பாக்கு தெரிஞ்சிட்டேன் வை, உங்க எல்லாம் பீஸ் பீஸ் ஆக்கிடுவாரு. ഒച്ച വെക്കാതെടി, നിന്നൊന്നും ചെയ്യില്ല. കൊല്ലാനല്ല, വളർത്താനാ നിന്നെ കൊണ്ടുവന്നേ. ഇത്രയും ദൂരം ഇല്ലാത്ത കാമുകനെ തേടി വന്നതല്ലേ നീ. ഇനി കല്യാണം കഴിച്ചിട്ട് പോവാം.
കൊണ്ടോ ജീപ്പിലിട്ട് ഇതന്നെയൊക്കെ മോളെ നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ரொம்ப நன்றி சார். പോയി കാണാം. നടക്കടാ, വണ്ടി എടുത്തോ. ഉണ്ടല്ലോ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ബാക്കി. ஏமா வந்துடு, வா கார்ல ஏறு. உட்கார். ஏறுமா. ആഷിക്കേ, നമുക്ക് പോവാടാ. എന്ത് പറ്റി? എന്തിനാ ഇവിടെ നിർത്തിയത്? എന്താന്നറിയില്ല. ലക്ഷ്മി പോയപ്പോ നിനക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമാണ്? എനിക്ക് അവളെ കാണണം. നീ വണ്ടി എടുത്തേ. என்னப்பா? யாரது? ஓ, இவங்களா? ஏன் வந்திருக்கோம்? அங்க பார்த்து தானே. என்னாச்சா? என்னப்பா? லக்ஷ்மி, തമ്പി, ഏൻ വന്നീക? എൻ്റെ ഉമ്മ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ലക്ഷ്മി എന്നെയാണ് പ്രണയിച്ചത്. എന്നെ കാണാനാണ് ഇവിടെ വന്നത്. ഇടയ്ക്കെപ്പോഴോ ഞാനും അവളെ ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ ഉമ്മ ആഗ്രഹിച്ച പോലെ അവൾ എനിക്ക് തന്നൂടെ. തമ്പി, ഇത് എൻ പൊണ്ണു വായിക്ക പ്രശ്നം. നിന്നും മസല് പിടിക്കാതെ സമ്മതിക്കുക കൊണ്ടേ. അല്ല പിന്നെ മോളുവാ. ആഷികേ, ആരുമറിയാതെ നെഞ്ചിനുള്ളിൽ എന്നോ കാത്തുവച്ചു നിന്നെ കണ്ണാളെ. കണ്ണെറിഞ്ഞു നീയൻ കൽവിൽ വന്നതല്ലേ കന്നിമയിലാളെ പൊന്നാളെ. കൊഞ്ചു കിളിയല്ലേ തഞ്ചു കൊലുസല്ലേ റൂഹിനുയിരാകും റാഹത്തായഴക് ഇവളാതിരനാവിലെ അമ്പിളി തോൽക്കണ അഴകുതടിന്നൊരു പെണ്ണോ ഇവളറബി കഥയിലെ രാജകുമാരിയും ആളെ മയക്കണ ഇന്നോ ഇവളാതിരനാവിലെ അമ്പിളി തോൽക്കണ അഴകുതടിന്നൊരു പെണ്ണോ ഇവളറബി കഥയിലെ രാജകുമാരിയും ആളെ മയക്കണ ഇന്നോ. ആരുമറിയാതെ നെഞ്ചിനുള്ളിൽ എന്നോ കാത്തുവച്ചു നിന്നെ കണ്ണാളെ. കള്ളെടുക്കടി
കള്ളെടുക്കടി കറിയെടുക്കടി കറുത്ത പെണ്ണാളെ വെള്ളുങ്ങനെ ചിരിച്ചിരിക്കടി മുല്ലപ്പും വല്ലാലേ കള്ളെടുക്കടി കറിയെടുക്കടി കറുത്ത പെണ്ണാളെ വെള്ളുങ്ങനെ ചിരിച്ചിരിക്കടി മുല്ലപ്പും വല്ലാലേ കണ്ണമ്മേ നീ കണ്ണല്ലേ പൂവിലഞ്ഞി പൂക്കണ് പൂത്തുലഞ്ഞ് നിൽക്കുമ്പോ മുന്നിൽ പുലരി പോലും തോക്കണ് ഉള്ളുലച്ചു കണ്ണിലേ ചുണ്ടയിൽ കുരുക്കല്ലേ കാക്കക്കണ്ണു നീട്ടി എന്റെ കരളു കീറിപ്പോവല്ലേ പല കുറി കണ്ടപ്പോ മനം നിറയും ചാകര പതിവായി കാണുമ്പോൾ കുളിരു നൽകുമാതിരയാണേ എന്നെന്നും എന്റെ നെഞ്ചില് തുടി തുടിപ്പാണേ നീ ദീനന്തക ദീനന്തക ദാന തന്നാരേ ദീനന്തക ദീനന്തക ദാന തന്നാരേ കണ്ണമ്മേ നീ കണ്ണല്ലേ പൂവിലഞ്ഞി പൂക്കണ് പൂത്തുലഞ്ഞ് നിൽക്കുമ്പോ മുന്നിൽ പുലരി പോലും തോക്കണ് പാട്ടുപാടണ നേരം ആട്ടമാടണ സമയം മനസ്സിൽ ഇന്നൊരു മയിൽപ്പിടയായി നീയും കൂട്ടുകൂടണ കൊമ്പിൽ കൂവളപ്പൂന്തളിരിൽ കരളിനിത്തിരി കുളിരായി നീ വരുമോ നിറപ്പൂക്കാലത്തേൻ വനിയിലും മഞ്ഞു പെയ്യുമ്പോൾ കനവിലെങ്ങും മനസ്സിലെന്നും തണുതണുപ്പാണി തെളിവാനവും ഭൂമിയും തൊഴുതു നിൽപ്പാണേ പദനുര നിറഞ്ഞു പൊങ്ങും തണുത്ത കള്ളാണേ എന്നെന്നും എൻ്റെ ഉള്ളിലെ പിടപ്പിടപ്പാണേ നീ ദീനന്തക ദീനന്തക ദാന തന്താരേ ദീനന്തക തക ദീനന്തക ദാന തന്താരേ കാട്ടിലെ പഴം പാട്ടിൽ ലയിച്ചു നിൽക്കണ മൈനെ നെഞ്ചിൽ നിന്നൊരു മധുരാഗം തരുമോ ആറ്റിറമ്പിനരികിൽ കൈരയോല നിറവിൽ കാതിലോല പൂവിറുത്തു തരുമോ പെരുന്നാഗത്താൻ കാവിലന്തി പുള്ളു പാടുമ്പോൾ കാതിലെത്തും സ്വരജതിക്കും 100 നാവാണ് രതിരാഗവും താളവും നിറഞ്ഞു നിൽപ്പാണ് പദനുര നിറ തല പെരുക്കണ ലഹരി ചിന്താണ് എന്നെന്നും എൻ്റെ ഉള്ളിലെ തേൻകുടമാണേ നീ ദീനന്തക ദീനന്തക ദാന തന്താരേ ദീനന്തക തക ദീനന്തക ദാന തന്താരേ കള്ളെടുക്കടി കറിയെടുക്കടി കറുത്ത പെണ്ണാളേ വെളുങ്ങനെ ചിരിച്ചിരിക്കടി മുല്ലപ്പും വല്ലാലേ കള്ളെടുക്കടി കറിയെടുക്കടി കറുത്ത പെണ്ണാളേ വെളുങ്ങനെ ചിരിച്ചിരിക്കടി മുല്ലപ്പും വല്ലാലേ